Yes, Good morning, sir. yes, okay. Audible ആണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു യെസ് എന്ന് കമന്റ് ജസ്റ്റ് കമന്റ് ഓൺ യെസ് യെസ് യെസ്. ആൻഡ് ഇഫ് യു ആർ റിയലി എക്സൈറ്റഡ് അബൌട്ട് നമ്മുടെ ഈ ഒരു ഇന്നത്തെ സെഷനിലേക്ക്, അതായത് അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. ഇറ്റ്സ് മീ റിയൽ മീ എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സെഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, റെഡി ടു റോക്ക് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, RTR എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ റെഡി ടു റോക്ക്, because this episode is going to be an amazing session. Okay, ready to rock, just comment on ready to rock. All right, so am I audible and am I visible? ഞാൻ എന്നെ ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഓൾ റൈറ്റ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിടക്കാം. നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ പല പ്രോഗ്രാമുകളും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സോ ആളെ നമുക്ക് എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യാം. ആർ യു റെഡി മാം? റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ആണ് ഇഫ് യു ആർ റെഡി. മാം റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. മാമിന് അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ലേ? പ്ലീസ് അൺമ്യൂട്ട്. യെസ്, അഫ്സ മാം, ആർ യു ദേർ? ഹലോ, അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. അഫ്സ മാം, ശരിക്ക് ഞാൻ ഇന്ന് നമ്മുടെ പല പ്രോഗ്രാമുകൾ, നമുക്ക് പല ടൈപ്പ് ഓഫ് പ്രോഗ്രാമുകളുണ്ട്, അറിയാം. സോ നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അഫ്സ മാം ആണ്. അഫ്സ മാമിനെ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യാം. സോ മാം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എവിടെയാണ് സ്ഥലം? സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം പിന്നെ കോഴിക്കോട് മാവൂര് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. കോഴിക്കോട് മാവൂര്. ഓക്കെ, കോഴിക്കോട് മാവൂരാണ് സ്ഥലം. സോ മാം, എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, അല്ലെ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ് പ്രോഗ്രാമിലേക്ക് വന്നത്? ഞാൻ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത് എനിക്ക് കുറച്ച് മുന്നേ, നേരത്തെ എന്റെ ജേണി പറയേണ്ടി വരും, എന്നാലേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ എന്റെ 99-ലാണ് ഞാൻ SSLC എഴുതുന്നത്. പിന്നെ 2000-ൽ എന്റെ വിവാഹം നടക്കുന്നത്. 98-ൽ SSLC എക്സാം എഴുതുന്നു, 99-ൽ എന്റെ വിവാഹം നടക്കുന്നു, 2000-ൽ എനിക്ക് മോളുണ്ടാവുന്നു. അത്ര. പിന്നെ ഒരു വിദ്യാഭ്യാസവും എനിക്ക് അങ്ങനത്തെ ഒരു ലക്ഷ്യമോ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ സാധാ എല്ലാവരും ചെയ്യുന്ന, കല്യാണം കഴിക്കുന്ന കുട്ടികൾ എന്താന്ന് അങ്ങനെ പോകുന്ന, വീടുണ്ടാക്കുക, അത്ര മാത്രം. അങ്ങനെ 25 വർഷം കല്യാണം കഴിഞ്ഞ് 24 വർഷം കഴിഞ്ഞു ഇപ്പോ. പിന്നെ ആ ടൈമില് എന്റെ മൂന്നാമത്തെ ഫസ്റ്റ് ആളുണ്ടായി, രണ്ടാമത്തെ ആളുണ്ടായി, കുട്ടികൾ 4 അങ്ങനെ വർഷം അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഈ സമയത്ത് ഈ കഴിഞ്ഞ വർഷത്തോളം കുട്ടികളൊക്കെ ഓരോ വഴിക്കായി. കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന, ഹസ്ബൻഡ് ഗൾഫിലാണ്, വീട്ടില് ഞാനും ഒറ്റപ്പെട്ട്. അതുവരെ എനിക്കൊരു ചിന്തകളോ ഒന്നും ഇല്ലാത്തൊരു സമയത്തായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട സമയത്ത് എനിക്ക് ഇങ്ങനെ നല്ല ഡിപ്രഷൻ വന്നു. എന്താന്ന് വെച്ചാല് എല്ലാം പോയി, എനിക്ക് ഒന്നും ആരോടും സംസാരിക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല.
അപ്പൊ ഞാൻ എന്റെ ആകെ ഒരു രക്ഷപ്പെടുക എന്ന് പറയുന്ന യൂട്യൂബ് ആയിരുന്നു. യൂട്യൂബിൽ കുറച്ച് ബ്ലോഗർമാരെ കണ്ട് അങ്ങനെ സമയം പോക്കും. പക്ഷെ സമയമെല്ലാം പോയി ഒരു 10 മണി രാത്രി ഒക്കെ ആകുമ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നും. എന്റെ ടൈം വെറുതെ വേസ്റ്റ് ആയെന്ന്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുന്നിൽ സീറോ ആയിട്ട് നിൽക്കാണ്. പിന്നാണെങ്കിൽ അത് ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയാൻ അന്നത്തെ 10ാം ക്ലാസ് SSLC എക്സാം എഴുതി പാസ്സായ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. ഒന്നും ചിന്തിച്ചിട്ടില്ല പഠിക്കാൻ. അപ്പൊ എനിക്കിങ്ങനെ മനസ്സിൽ വല്ലാത്ത ഒരു പ്രശ്നങ്ങള് ഒരു ദൈവമായിട്ടുള്ള ഒരു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണക്ഷൻ ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ വരെ വിട്ടുപോയ മാതിരി. അങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം പിന്നെ കുറേ ദിവസം അങ്ങനെ പോയി. ടൈം വെച്ചാൽ എനിക്ക് കുട്ടികളെ നോക്കാനൊന്നുമില്ല. കാരണം കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ വലിയ ആയി പോയില്ല. കുട്ടികളെല്ലാം പോയി. അപ്പോ എനിക്ക് കുറേ സങ്കടങ്ങളുണ്ട്. അത് എങ്ങനെ തുറന്ന് പറയണമെന്ന് എനിക്ക് പറ്റുന്നില്ല. ആരോടാ പറയേണ്ടതെന്നും പറ്റുന്നില്ല. ഇങ്ങനെ എന്റെ സങ്കടം മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആൾക്കാരുടെ മുന്നിൽ എന്റെ ചുറ്റുപാടിന്റെ മുന്നിൽ ഞാൻ ഹാപ്പിയാണ്. അത്യാവശ്യം ഫാമിലി പിന്നെ കുട്ടികളൊക്കെ നല്ല പുറത്ത് പഠിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പ്രശ്നമില്ല. ഹസ്ബൻഡ് ഗൾഫിലുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗൾഫൊക്കെ പോകുന്നുണ്ട്. ഒക്കെ പ്രശ്നമില്ല. പക്ഷെ എന്റെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആൾക്കാരോടൊന്ന് പറയാൻ പറ്റും ആർക്കും അത് അംഗീകരിക്കില്ല. കാരണം ഞാൻ ഹാപ്പിയാണ് കണ്ടത്. ാണ് ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ ടൈം നോക്കി ഇങ്ങനെ സമയം പോക്കിയിട്ടും ഇൻസ്റ്റയിൽ റീൽസ് കണ്ടു നിൽക്കുന്നു. ഇൻസ്റ്റയിൽ എന്തോ ഞാൻ പിന്നെ EFT കോഴ്സ് ഷാഫി എന്നാണ് ഇങ്ങനെ കണ്ട്. അപ്പൊ ഞാൻ എന്താ EFT എന്ന് പോലും എനിക്ക് അറിയില്ല. എന്താ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ അത് കണ്ട സമയത്ത് ഞാൻ ആ നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് ഇട്ടാൻ. അപ്പൊ എനിക്ക് റിപ്ലൈ വന്ന് എനിക്ക് ആജിറമാണോ അമ്മാവിന്റെ പേര് പറഞ്ഞു ആജിയാമ്മ എന്തോന്ന് പറഞ്ഞ. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചില്ല EFT എന്ന് പറഞ്ഞ സംഭവം എന്താണ് ഇത് പറ്റിയതാണോ എല്ലാം ചോദിച്ച സമയത്ത് അവരെനിക്ക് ഇതിനെ കുറിച്ച് വിശദീകരിച്ചു തന്നു. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. പിന്നെ ചെറുപ്പത്തിലുള്ള ട്രോമകൾ എടുത്ത് മാറ്റാൻ പറ്റും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നേടിയെടുക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും ഹാപ്പി ആക്കാൻ പറ്റുന്നൊക്കെ. പക്ഷെ അതൊന്നും എനിക്ക് വിശ്വാസമായിട്ട് തോന്നിയില്ല. കാരണം ഇപ്പൊ പല കമ്പനികളും പിന്നെ ബിസിനസ് ഒക്കെ ആയിട്ട് നടന്നല്ല. അപ്പൊ അതിലൊരു ബിസിനസ് എന്നാലും വേണ്ടില്ല എന്തോ ആവട്ടെ ഞാൻ ഇത് ജോയിൻ ചെയ്യട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ മൂത്ത ആളെ വിളിച്ച് മൂത്ത മോള് ദുബായിലാണ്. അപ്പൊ മോളോട് ഞാൻ പറഞ്ഞേ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാനത് ജോയിൻ ചെയ്യട്ടെ പറഞ്ഞേ. മോള് പറഞ്ഞു ഉമ്മക്ക് താല്പര്യമാണ് കുഴപ്പമില്ല. മോള് BSc സൈക്കോളജിയാണ് പഠിച്ചത്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഉമ്മക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോളൂ പറഞ്ഞു. അപ്പൊ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. അപ്പൊ ഞാൻ അതിലേക്ക് എന്നെ മോള് പൈസ ഒക്കെ അപ്പം തന്നെ മോള് അടിച്ചിട്ട് പറഞ്ഞു ഉമ്മ പോയിക്കോളൂ പറഞ്ഞു. ഞാനൊന്നും നോക്കില്ല. അന്നൊന്നും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ടല്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. എനിക്ക് അതുകൊണ്ട് പറയാൻ പേടിയുണ്ട്. കാരണം ഞാനും ഹസ്ബൻഡും ഒരിക്കലും എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്ന് കോൾ ചെയ്ത് ഒന്ന് സംസാരിച്ച് രണ്ടാമത്തെ സംസാരത്തിന് ഞാൻ ഓക്കെ ആയിരിക്കൂല. എനിക്ക് അന്ന് ആ സമയത്ത് ഒരു ഭ്രാന്താവസ്ഥ ആയിരുന്നു ആ ടൈമിൽ. എന്താ വെച്ചാൽ എനിക്ക് ഫാമിലിനെ ഇഷ്ടമല്ല. അങ്ങോട്ട് എനിക്കൊരു ഈഗോ സംബന്ധിച്ച് അങ്ങോട്ട് പോയി സംസാരിക്കാനും മടിയാണ്. പിന്നെ അവർക്കെന്താ എന്നോട് സംസാരിച്ചൂടെ. ഫാമിലിയിലൊന്നും ഞാൻ പോവില്ല. എന്താ അങ്ങനത്തെ ഒരു പിന്നെ എനിക്ക് എല്ലാവർക്കും ഈ ടെൻഷനും ഈ ഡിപ്രഷനൊക്കെ വന്നാൽ ആർക്കും ഉറക്കമുണ്ടാവില്ല. ഭക്ഷണം ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഫുഡും കഴിക്കണം. പിന്നെ നല്ല ഉറക്കം വരും. എപ്പോഴും ഉറക്കമുണ്ടാവും. പിന്നെ ഇതിനങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഈ സമാധാനത്തിന് വേണ്ടി ഞാൻ മധുരമുള്ള ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഫുള്ള് കഴിക്കുക തന്നെ. പൊണ്ണത്തടി കൂടി മാതിരി അവസ്ഥയായിരുന്നു. അങ്ങനെ ഓപ്പോസിറ്റ് സ്വഭാവമായിരുന്നു. അങ്ങനെ ഞാൻ എനിക്കാണ് ഹസ്ബൻഡ് കാരണം എനിക്കൊന്നും സംസാരിക്കാത്തതിനോട് തുറന്ന് സംസാരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ. എപ്പോഴും ഞങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ പ്രശ്നത്തിന് ഒരു കാരണം ഉണ്ടാവില്ല. അപ്പൊ ഫോൺ ചെയ്തപ്പോ എന്നോട് പറയും എനിക്ക് ഹസ്ബൻഡ് വിളിക്കാന്ന് പറയുന്നത് തീരെ ഇഷ്ടമല്ല. ഹസ്ബൻഡ് കാണാൻ ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു കാരണമില്ലാത്ത ഇഷ്ടക്കാരൻ. അപ്പൊ എനിക്ക് ഫാമിലിയിൽ അങ്ങനെ ഒരു ഫംഗ്ഷന് പോകാൻ ഇഷ്ടമല്ല. വീട്ടിൽ തന്നെ ഉള്ളിലങ്ങ് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടം. ഉള്ളിൽ യൂട്യൂബ് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവന്നെ. വേറൊന്നും ഇഷ്ടമല്ല. അങ്ങനെ എനിക്ക് ഒരു ഭ്രാന്തമായ അവസ്ഥ. എന്താ പറയാ പറഞ്ഞാ മനസ്സിലാക്കാൻ അറിയില്ല. അത്ര ഇതില്ല. ആ സമയത്താണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഒന്നുമില്ല എന്റെ മുന്നിൽ സീറോ ആണ്. അപ്പൊ എന്റെ ബ്രദർ പറഞ്ഞു ഇങ്ങനെ വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും ചെയ്യണമെന്ന്. ബ്രദർ എനിക്കൊരു പിക്കിള് ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. പിക്കിളൊക്കെ നല്ല ഉണ്ടാക്കുന്നതുകൊണ്ട് ആ പിക്കിൾ ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നു. പക്ഷെ അതിലൊക്കെ ഒന്നും അതൊന്നും അല്ല എന്റെ ജേണി എനിക്ക് തോന്നി. അവർക്കോ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രശ്നമല്ലാതെ അങ്ങനെ പോകുന്ന സമയത്താണ്. അങ്ങനെയാണ് ഞാൻ കോഴിക്കോടേക്ക് പോകുന്നത്. അവിടെ എത്തി പിന്നെ ഇതില് പോയ സമയത്ത് വലിയ താല്പര്യമില്ലാതെ ഞാൻ പോയത്. രാവിലെയൊക്കെ അങ്ങ് പോയിണ്ട്. എന്താ ഒരു സമയം പോക്കെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾക്കൊരു താല്പര്യം തോന്നില്ല. രാവിലെ ഒരു 11 മണി വരെ ഒന്നും എനിക്ക് അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് അപ്പൊന്നും തോന്നിയില്ല. ഒരു ഉറക്കം തൂങ്ങലായി. പിന്നത്തെ സമയങ്ങളാണ് എന്നെ മാറ്റാൻ നോക്കിയത്. കാരണം പിന്നെ ഷാഫി സാറിന്റെ എന്താ പറയാ പിന്നെ ഓരോ മെഡിറ്റേഷന് സമയത്തും ഈ ചെറുപ്പകാലങ്ങളിൽ ആ ടൈമിൽ നമ്മൾ പോയി ആ കുട്ടിപ്രായത്തിലേക്ക് പോയിട്ട്
ആ ടൈം നമ്മളെ ആ എന്താ എനിക്ക് ഒരു മിറാക്കിളാ സ്വപ്നമാല തോന്നിയത്. സ്വപ്നം പോലെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയിട്ട് നമ്മൾ ആ ചെറുപ്പകാലത്തുള്ള എനിക്ക് അപ്പൊക്കെ തോന്നി സാറ് പറഞ്ഞത് ചെറുപ്പക്കാലം എന്താ ഡ്രോമ ഉണ്ട്. എനിക്ക് ആ സമയത്ത് ഒരു ഡ്രോമ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഈ പിന്നെ ചൈൽഡിലുള്ള അങ്ങനത്തെ പ്രശ്നം തോന്നി. എനിക്ക് തോന്നിയത് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം കുറെ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും അംഗീകരിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിലൊക്കെ ഉള്ളിൽ ചെന്ന സമയത്ത് കുറേ മുന്നുള്ള ആ ഡ്രോമകൾ ഇങ്ങനെ നമ്മളെ മുന്നിൽ കാണല് തുടങ്ങിയിട്ട് ആ കുട്ടി പ്രായം മുന്നിൽ കണ്ടിട്ട് സംസാരിക്കാൻ ആ കുട്ടി സമയത്തുള്ള എനിക്ക് പിന്നെ ഇമോഷണൽ എല്ലാ സങ്കടം വന്നിട്ടുണ്ട്. അപ്പൊ കരഞ്ഞിട്ട് എന്തോ അങ്ങനെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 3 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ ഇതിലേക്ക് വന്നിട്ട് എത്ര എത്ര നന്നായി എനിക്ക് തോന്നിയത്. പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് അപ്പൊ ഞാൻ വന്ന എനിക്ക് എന്തോ ഒരു പിന്നെ ഒരു നല്ലൊരു വഴിക്ക് ഞാൻ മാറാന്ന് എനിക്ക് അപ്പം തോന്നി. നല്ലൊരു ഇതിൽ ഞാൻ എത്തും. എനിക്കൊരു ബോൾഡായി. ഞാനിക്ക് എന്തോ ഇനി എന്റെ മുന്നിൽ എന്ത് വന്നാലും എനിക്ക് അത് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊക്കെ തോന്നി. അപ്പൊ പിന്നെ അങ്ങനെ അതിന്റെ ശേഷമൊക്കെ എനിക്ക് ഭയങ്കര ആക്റ്റീവായിട്ട് ഞാൻ ആളിങ്ങനെ മാറുന്ന മാതിരി തോന്നി. എനിക്ക് പിന്നെ ഇനി ആരെന്നെ പറഞ്ഞാലും അവരെ എനിക്ക് എങ്ങനെ ചെയ്യും പിന്നെ അത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. എനിക്കെന്നെ പിന്നെ അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമോന്ന് പറഞ്ഞാൽ. കാരണം അതങ്ങനല്ലേ എനിക്ക് ഇതിന്റെ മുന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അവരെ ഭയങ്കര ദേഷ്യം. എന്റെ മുന്നിലുള്ള ആൾക്കാരൊക്കെ ചീത്ത ആൾക്കാരാ. ഞാൻ മാത്രം നല്ലതെന്നുള്ള ഒരു ചിന്തയായിരുന്നു. കാരണം അവരെന്ത് പറഞ്ഞാലും കുറ്റമൊക്കെ അവരെ മേലാണ്. എനിക്കൊന്നുമില്ല. ഞാൻ ഓക്കെ ആണ് എപ്പോഴും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മള് മാറിയാല് ചുറ്റുപാട് മാറുന്നുണ്ട്. നമ്മളാണ് മാറേണ്ടത്. നമ്മളെ അടുത്താണ് പ്രശ്നങ്ങളുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മളെ ചിന്തകളാണ് നമ്മളെ റിയാലിറ്റി എന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോ പിന്നെ എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിനല്ലോ. എന്റെ അടുത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ പിന്നെ ഇനി ഞാൻ ഓക്കെ ആവും. പിന്നെ അപ്പൊ മാറുന്നുള്ള ആ ഒരു ഉറപ്പ് എനിക്ക് അവിടുന്ന് ഉണ്ടായിരുന്നു. ഒരു ലേറ്റ് ആയിട്ട് ഈ സമയത്തും 5 മണിയായിട്ടും 6 മണിയായതും ഞാൻ ആ സമയം അറിഞ്ഞില്ല. അത് അവിടുന്ന് എനിക്ക് ഇറങ്ങിപ്പോരാൻ തോന്നില്ല. അങ്ങനെ ഞാൻ അവിടെ അറ്റാച്ച്മെന്റ് ആയിപ്പോയി. അത്ര ഇഷ്ടപ്പെട്ട സമയമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഒറ്റക്ക് ടൗണിൽ വരുന്ന അവസ്ഥ ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. രാത്രിയാണ് ഞാൻ അവിടുന്ന് വരുന്നത്. ഹസ്ബൻഡ് അറിയില്ല ഇങ്ങനെ പോരുന്ന സമയത്തും. അങ്ങനെ എനിക്ക് പക്ഷെ ആ സമയമൊന്നും എനിക്കൊരു പിന്നെ വേറെ ഏതോ ദിവസമായിരുന്നെങ്കിൽ പിന്നെ ആ ടൈമിന് എനിക്ക് പോരാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അന്ന് എനിക്കൊരു പേടിയായിട്ട് അത് തോന്നിയിട്ടില്ല. ഞാൻ കൂളായിട്ട് ഞാൻ ഇവിടെ എത്തി. ടൈമിൽ ലേറ്റ് ആയിട്ട് പോലും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. നമ്മളെ ആവശ്യത്തിനാണല്ലോ എന്ന് മനസ്സിലായി. അങ്ങനെ ഞാന് വീട്ടിലെത്തി. രാത്രി ഹസ്ബൻഡ് വിളിച്ച സമയത്ത് എനിക്ക് സംസാരിക്കാൻ കരയാൻ തന്നെ തോന്നും. ഇവിടെ എത്തിക്ക് ഇങ്ങനെ വെറുതെ കരച്ചിൽ സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചില്. ഞാൻ എന്തൊക്കെയോ ആയുണ്ട്. ഞാനൊരു എന്തൊക്കെയോ ആവുന്നുള്ള ഒരു ചിന്ത വന്നു. വിളിച്ച സമയത്ത് ഇത്ര ലേറ്റ് ആയ പിന്നെ അറിയില്ലല്ലോ. അപ്പൊ എന്താ ഫോൺ എടുക്കാന്ന് ചോദിച്ചപ്പോ എനിക്ക് പറയാൻ അപ്പൊ പേടിയുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്താ പറയാന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ കുറേ കരഞ്ഞോണ്ട് എനിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റി. ഇന്ന് വരെ അതുവരെ ഞാൻ ഒരു ഹസ്ബൻഡ് അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചില്ല. ഫുള്ള് എന്റെ വിഷമങ്ങൾ ഇങ്ങനൊക്കെ ആയിരുന്നു എന്നൊക്കെ എല്ലാം എനിക്ക് ഇങ്ങനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെ ഇഷ്ടപ്പെടുന്നത് അങ്ങനത്തെ സംഭവങ്ങളാണ്. എല്ലാം ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. ഇതെല്ലാം മൂപ്പര് കേട്ടിരുന്നു. ഒന്നും അങ്ങോട്ട് പിന്നെ നമ്മളോട് പറയാതെ പിന്നെ എല്ലാ കാര്യങ്ങളും കേട്ടിരുന്നു. ഇങ്ങനെ കേട്ടിരിക്കുന്ന ആളെ അല്ലാലും അത്രയ്ക്ക് എല്ലാം കേട്ടിരുന്നതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങള് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറേ സമയം സംസാരിച്ച് ഇന്ന് വരെ എനിക്ക് ഒരു ദിവസം പോലും ഹസ്ബൻഡ് വിളിക്കാതെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ അത്ര ഞങ്ങള് കമ്മ്യൂണിക്കേറ്റഡ് ആയി പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും എല്ലാം പറ്റുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ ഈ SLC പഠിച്ച അതൊന്നും ഒന്നും ചെയ്യാത്ത ഞാനൊരു ചിന്ത ലക്ഷ്യബോധം ഒന്നും ഇല്ലാത്ത ആള് ഇപ്പൊ ഞാൻ പിന്നെ പോസിറ്റീവ് സൈക്കോളജി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനുള്ള ട്രെയിനിങ്ങിലാണ്. അപ്പോ ഒരിക്കലും ഞാൻ ഈ നിലയിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയ്ക്കും എത്താൻ പറ്റുമോ എനിക്കിനി വിദ്യാഭ്യാസവും അങ്ങനെ ലക്ഷ്യബോധമൊന്നും ഇല്ലാത്ത ആൾക്ക് എനിക്ക് ഇപ്പം മുന്നിൽ കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഇത്ര ശേഷം ആ ലക്ഷ്യങ്ങളിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിലയെത്തി ഇനി എത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ബിസിനസ് അവിടെ വന്ന് പറഞ്ഞല്ലോ ആ ബിസിനസ് എനിക്ക് കുറെ ആൾക്കാരെ വെച്ചിട്ടും എന്റെ മുന്നിൽ കുറെ വെച്ചിട്ടും എനിക്ക് ആ ബിസിനസ് സൂപ്പറായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതിൽ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ പോസിറ്റീവ് സൈക്കോളജി എടുത്തിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ട് ഇപ്പൊ 10 മാസത്തെ കോഴ്സാണ്. ഇപ്പോൾ അത് ഇപ്പൊ ട്രെയിനിങ് ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട്. എനിക്ക് ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റാത്ത എനിക്കിങ്ങനെ ഓപ്പണായി സംസാരിക്കാൻ ഞാൻ EFT കോഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ഓപ്പണായി സംസാരിക്കാത്ത ആളാണ്. അങ്ങനത്തെ എനിക്ക് എന്റെ ട്രെയിനിങ് കോച്ചിങ്ങിലൊക്കെ ഞാൻ മുന്നിൽ നിന്നിട്ട് സംസാരിക്കും. അപ്പൊ എനിക്കാണ് ആ സംസാരത്തിൽ എവിടെ അപ്പൊ സംസാരിച്ചാലൊക്കെ
നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ ഫ്രണ്ട്സ് ചോദിക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയുണ്ട്, പിന്നെ നിങ്ങൾക്കല്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങല്ലേ, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒക്കെ ചോദിക്കും. അപ്പം ബെസ്റ്റ് പിന്നെ ഇതിൽ തന്നെ ഇതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ മെന്റർ പറഞ്ഞിട്ടുണ്ട് നല്ല സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒക്കെ പറഞ്ഞ്. എനിക്ക് അതില് പിന്നെ ഇന്റർവ്യൂവിൽ കിട്ടിയത് തന്നെ അങ്ങനെയാണ്. തീരെ സംസാരിക്കാത്ത ആള്, ഇയാളെ മുന്നിൽ പോലും നോക്കി ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ആള് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ എന്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഈ മയക്കുമരുന്ന് ഇതിനൊക്കെ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് നല്ലൊരു കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ള ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ലക്ഷ്യബോധം അല്ലാത്ത ആൾക്ക് ഈ സമയത്ത് എനിക്ക് തോന്നി ഇതിലല്ല അപ്പൊ വെക്കേഷൻ ക്യാമ്പ് വെച്ചിട്ട് ചെറിയ കുട്ടികളൊക്കെ എടുത്ത് പിന്നെ കുട്ടികൾക്ക് ഒരു ബോധം കൊടുക്കുക എന്നുള്ളതിലേക്ക് ഞാൻ ഈ ടീച്ചർ ട്രെയിനിങ്ങിന് കയറിയത്. ഇപ്പൊ എനിക്ക് അതിന്റെ ഇന്റർവ്യൂല് കിട്ടി. ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ അൽഹംദുലില്ലാ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, വെക്കേഷൻ ക്യാമ്പ് ചെയ്യാൻ പറ്റും തോന്നി. അപ്പൊ ഒന്നും അല്ലാത്ത എനിക്ക് ഇത്രയും കിട്ടി. കാരണം ഒന്നും അല്ലാത്ത പറയാൻ കാരണം ഞാനിപ്പോ ഒരു SSLC മാത്രം എഴുതി ബുക്കും പേന എടുക്കാത്ത, ഒരു ചിന്ത പോലും ലക്ഷ്യബോധം ഒന്നും ഇല്ലാത്ത എനിക്ക് ഈ EFT കോഴ്സിലൂടെ ഞാൻ നേരെ അതിന്റെ ശേഷം ഉന്നതിയിലെ ഉയർച്ചകൾ മാത്രം ഓരോ ദിവസം ഉയർച്ചകളെ വെറുതെ കളഞ്ഞ ടൈമുകൾ ഇപ്പൊ എനിക്ക് കുറ്റബോധം തോന്നുന്നു. എന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഓക്കെ പറഞ്ഞ് ഞാനത് മാറ്റിയെടുത്ത്. ഇപ്പൊ എനിക്ക് ഒരു 5 മിനിറ്റ് വേസ്റ്റ് ആക്കാൻ ടൈമില്ല. ഫുൾ ടൈം ഓരോ സമയത്തും ഞാൻ ഓരോ സമയം 5 മിനിറ്റ് ഓരോ സമയം എടുത്ത് മാറ്റി വെക്കാനില്ലാതെ അതൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ പിന്നാണെങ്കിൽ എനിക്ക് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഭവം അറിയില്ല. അപ്പൊ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് എങ്കിലും പഠിച്ചെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് കുറച്ചെങ്കിലും പഠിക്കായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അന്ന് എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാത്ത എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത്, കാരണം ഇതൊക്കെ എനിക്ക് ചെയ്യണമെങ്കിൽ കുറച്ചെന്തെങ്കിലും ഇംഗ്ലീഷ് നമ്മളെടുത്ത് വേണം. അപ്പൊ നമ്മള് അത് പഠിച്ചേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അന്നൊന്നും എനിക്ക് പഠിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച എനിക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതുമല്ല എനിക്ക് പറയാനുള്ള എന്റെ ഹസ്ബൻഡ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാത്ത ഹസ്ബൻഡ് എനിക്ക് ഓപ്പൺ ആയിട്ട് ഇപ്പൊ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ നാട്ടിൽ വന്ന് എന്നോട് പറഞ്ഞ് ഈ സംസാരിച്ചോ ഓപ്പൺ പിന്നെ എനിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നെ എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാം സംസാരിക്കുന്നത് കേട്ടിരിക്കുന്ന എല്ലാം ഇങ്ങോട്ട് പറയുന്നത്. എനിക്ക് പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് വന്ന ഒരു അനുഭൂതിക്ക് വന്ന് അത്രയൊക്കെ ഞാൻ വിഷമിച്ചിരുന്നു. ഞങ്ങൾ അത്ര പ്രശ്നം, കാരണം കാരണമില്ലാത്ത പ്രശ്നങ്ങൾ എനിക്ക് തുറന്നു പറയാൻ ആൾക്കാരോട് നമ്മൾക്ക് ഓപ്പൺ ആൾക്കാർ ചിരിക്കുന്നതൊക്കെ നമ്മള് നല്ല പിന്നെ സാമ്പത്തികമൊക്കെ എല്ലാം കൊണ്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇനി EFT കോഴ്സിലൂടെയാണ് എനിക്ക് എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുത്ത് ഇതിലേക്ക് എത്തിയത്. ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഇങ്ങനെ ചെയ്യാൻ ഇതിൽ കൂടെ എന്തൊക്കെ നടക്കുന്നെന്നുള്ള എനിക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് 11 മണിക്ക് എനിക്കൊരു വേറൊരു ഫീഡ്ബാക്ക് പറയാനുണ്ട് ഇതിന്റെ കോഴ്സിന്റെ. അപ്പൊ നമുക്ക് കാരണം ഇതെല്ലാം പറ്റിയത് കാരണം നിങ്ങൾക്ക് കേൾക്കുമ്പോ ഇത് ചെറിയ ചെറിയതായിരിക്കും. ഇന്റെ ഇതിൽ എനിക്കത് വലിയൊരു ഇതാണ്. കാരണം ഒന്നും ഇല്ലാത്ത എനിക്ക് അതുമല്ല ഒരു 40 വയസ്സ് കഴിഞ്ഞ് എനിക്ക് എനിക്കൊക്കെ ജീവിതം ഇത്രേ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് മുന്നിൽ സീറോ ആയിരുന്ന എനിക്ക് ഞാനിപ്പോ നല്ല ഹൈ ലെവലിൽ തന്നെ എന്റേതല്ല എനിക്ക് വലിയ തന്നെ പറയുന്നത്. അത്രക്ക് സൂപ്പറായിട്ട് മുന്നോട്ട് ഇപ്പൊ പോകുന്നുണ്ട് ഞാൻ. അത്ര ടൈമുകൾ വേസ്റ്റ് ആക്കാൻ എനിക്ക് ടൈം ഇല്ല ഇപ്പൊ. അപ്പൊ ആ ടൈം ഇല്ലാത്ത ഞാൻ എൻജോയ് ചെയ്യാ ചെയ്യുന്നത്. പിന്നെ വെറുതെ ഇരിക്കുന്ന ടൈം എനിക്ക് പേടിയാണ്. ഇപ്പൊ വിചാരിച്ചാൽ പേടിയാണ്. ടൈമിൽ ആ വെറുതെ ഇരിക്കുന്നത് ഞാൻ എന്തിനാണ്, ഇത് ഇത്ര ചെയ്യാനുണ്ടോ ചെയ്യണ്ട. പക്ഷെ അത് ചെയ്യുമ്പോ എനിക്കൊരു ക്ഷീണമായിട്ടോ ഉറക്കൊരു പ്രശ്നമായിട്ടോ ഒന്നും എനിക്ക് തോന്നില്ല. ഞാൻ എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ ജീവിക്കുന്നുണ്ട്. അത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ഡയറ്റിന്റെ പ്രശ്നം, ഡയറ്റ് എടുക്കുക പിന്നെ എക്സസൈസ് ചെയ്യാന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തും കഴിക്കാൻ എപ്പോഴും ടെൻഷൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന എനിക്ക് ഡയറ്റ് ഒന്നും എടുക്കാൻ ജീവിതത്തിൽ പറ്റില്ല എന്ന് വിചാരിച്ചു വെയിറ്റ് എല്ലാം കൂടിയ സമയത്ത്. ഇപ്പൊ ഈ റമദാനില് ഞാൻ തീരുമാനം എടുത്തത് ഉറച്ചിട്ട് ഇന്ന് വരെ ഞാൻ അരിഭക്ഷണം റമദാന് മുഴുവൻ എന്റെ തീരുമാനമായിരുന്നു പിന്നെ അരിഭക്ഷണം കഴിക്കുന്നില്ല, മധുരം കഴിക്കുന്നില്ല. അതായത് ഇന്ന് വരെ എനിക്കത് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റി. ഇന്ന് വരെ ഞാൻ അരിഭക്ഷണവും മധുരവും കഴിക്കാതെ ഹെൽത്തി ഫുഡ് മാത്രം കഴിച്ചിട്ട് ചെയ്യാൻ പറ്റി. എന്റെ ജീവിതത്തിൽ ഈ 40 വയസ്സിന്റെ ഒരു ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു റമദാൻ പറ്റിയത്. അതും എനിക്കും അതും വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഞാന് ഇപ്പൊ എന്റെ ടീച്ചർ ഇതില് എന്റെ ലക്ഷ്യത്തില് എനിക്ക് ബിസിനസ്സിനേക്കാണ് അച്ചാർ പിക്കിള് ചെയ്യുന്നതിനേക്കാളും മുന്നേ എനിക്ക് എന്റെ ജേണി ഇതാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് കുറെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റട്ടെ എന്ന് വിചാരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ഇന്നത്തെ ഈ ഒരു ദിവസത്തിലേക്ക് എന്താ പറയാ, വാട്ട് എ ഫാന്റാസ്റ്റിക് സ്റ്റോറി, വാട്ട് എ ഫാന്റാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിങ്ങനെ
ഇറ്റ് വാസ് ഗൂസ് ബംസ് എന്ന് പറയും. നമ്മളിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തിൽ നമുക്ക് എണീറ്റ് നിൽക്കുന്ന പോലുള്ള ഒരു വല്ലാത്ത രോമാഞ്ചം ഫീൽ ചെയ്യുന്ന ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞത്. കാരണം ഞാൻ ട്രെയിനിങ്ങിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, ജസ്റ്റ് അപ്രീഷിയേറ്റ് ഹെർ ഫോർ ഹെർ ഓണസ്റ്റി, ഫോർ ഹെർ ഒത്തന്റിസിറ്റി, ഫോർ ഹെർ അഫ്സ മാമിന്റെ ആ ഒരു 10ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ് കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ഉടനെ വിവാഹം കഴിയുന്നു, 2000 പിന്നെ ഉടനെ തന്നെ ഒരു കുഞ്ഞുണ്ടാകുന്നു, അവിടുന്ന് അങ്ങോട്ട് ഇത്രയും കാലം ഒരു ജീവിതം ജീവിക്കുന്നു. അങ്ങനെ 40 yearsന് ശേഷം ആളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസിനെ കുറിച്ച് നമ്മുടെ ആ ഒരു സെഷനിൽ വന്നിട്ട് മക്കളെല്ലാം കെട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ദറ്റ്സ് കോൾഡ് ഐഡന്റിറ്റി ക്രൈസിസ്. ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരും. ഞാനത് എപ്പോഴും പറയുന്നതാണ്, സ്ത്രീകൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവരെല്ലാം പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞ് മക്കളും എല്ലാം പോയി, അവർ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആ സമയമാകുമ്പോൾ ഞാൻ എന്തായി, ഞാൻ ആരായി? ഈ യാത്രയിലിടയിൽ പലപ്പോഴും സ്ത്രീകൾ അവർക്ക് അവരെ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന യാത്രയിൽ അവരെ തിരിച്ചു പിടിക്കാനുള്ള ആ വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് ഫസ്റ്റ് നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ കാലിക്കറ്റ് നടന്ന മീറ്റപ്പിലേക്ക് അതുപോലൊരു മീറ്റപ്പ് വരാൻ പോവാണ്. ലാസ്റ്റ് ടൈം മീറ്റപ്പ് നടന്നപ്പോൾ അഫ്സ മാമാണ് ആ മീറ്റപ്പിൽ വന്നിട്ട്, ഏത് മാസമായിരുന്നു അത് അഫ്സ മാം? അത് ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം അല്ല, എത്ര മാസം മുൻപ്? ഏകദേശം 8 മാസം 8 ആയിട്ടുണ്ടാവും മാസം തോന്നുന്നു. മുൻപ്. 8 8 മാസം മാസം അതെ, നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ്. അപ്പൊ ആ ഫസ്റ്റ് മീറ്റപ്പിൽ വന്നിട്ട് അവിടുന്ന് 8 മാസത്തിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ആയി മാറി. നിങ്ങളിപ്പോ മാമിലൂടെ എൻ്റെ സ്റ്റോറി ഇവിടെ പറഞ്ഞു. ആൻഡ് അതിനുശേഷം മാം റിലേഷൻഷിപ്പ് മാസ്റ്ററി പങ്കെടുത്തും ചെയ്തു അല്ലെ? EFT റിലേഷൻഷിപ്പ് മാസ്റ്ററിയും പങ്കെടുത്തു. ആ റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ 4 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ മാമിന്? അതായത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസ് ഒന്ന് എന്ത് ചെയ്യാം, ഇയാളുടെ കൂടെ ജീവിക്കാം, സെയിം അല്ലെ പാർട്ണറുടെ കൂടെ ജീവിക്കാം, എന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞ് സങ്കടം പറഞ്ഞ് ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ അയാൾ ഒഴിവാക്കാം. അടുത്ത 3ാമത്തെ ഓപ്ഷൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാം, നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാം, അതിലൂടെ നിങ്ങളുടെ പാർട്ണർ മാറുന്നു. അഫ്സ മാം, ദാറ്റ് ഈസ് ആൻ ഇൻസ്പയറിംഗ് സ്റ്റോറി. വേറെ ലെവലിലാണ് നിങ്ങൾ കൊണ്ടുവന്ന ഇതില്. നിങ്ങളുടെ സ്റ്റോറിയിൽ എന്താ വെച്ചാല് നിങ്ങളെ കണ്ടെത്തി. ഓക്കെ, നിങ്ങൾക്കൊരു സ്വപ്നം കണ്ടെത്തി, നഷ്ടപ്പെട്ട നിങ്ങളെ നിങ്ങൾ കണ്ടെത്തി, നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ കണ്ടെത്തി. അത് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫ് ഉണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമത്തിലും സങ്കടത്തിലുണ്ടായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾ ശരിക്കും, അതായത് ആ ഒരു നിങ്ങളെ വേർഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നമ്മളെപ്പോഴും പറയാറുണ്ട് മാജിക് സംഭവിക്കും. അതായത് നിങ്ങളോട് സഹകരിക്കാത്ത, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ പാർട്ണർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് പുതിയൊരു പാർട്ണർ, നിങ്ങൾ പറഞ്ഞ വേർഡ്, എനിക്കൊരു പുതിയ വിവാഹ ജീവിതം തിരിച്ചു കിട്ടിയ പോലെയാണ്. യു ഗൈസ് ആർ ഇൻ ലവ് നൗ. സെക്കൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഹണിമൂൺ യു ആർ ലിവിങ്. വാട്ട് എ ഫാന്റാസ്റ്റിക് സ്റ്റോറി. ഒന്നും പറയാനില്ല. ഞങ്ങളാകെ ശരിക്കും കമന്റ് സെക്ഷനിൽ നിന്ന് നോക്കൂ, അത്രയ്ക്കും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു. ഒരു ഗോൾ ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കൊരു പർപ്പസ് ആയി, നിങ്ങൾക്കൊരു ഗോളായി. ഏറ്റവും ബോറടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇതിലൂടെ കടന്നു പോയിരുന്ന ഒരാള്. ഈ മാറ്റങ്ങള് എത്ര സമയം എടുത്തു മാം? ഇതെല്ലാം മറിയാൻ എത്ര സമയം എടുത്തു? ആ പ്രോഗ്രാമിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഹസ്ബൻഡ് മാറി അല്ലെ? അന്ന് രാത്രി തന്നെ ഹസ്ബൻഡ് മാറി. ഇതുവരെ കിട്ടാത്തൊരു ഹസ്ബൻഡിനെ തിരിച്ചു കിട്ടി. ഓക്കെ, ഫസ്റ്റ് വൺ. എന്നാൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം വേണം, അല്ലെങ്കിൽ ചേഞ്ച് ആവണം എന്നുള്ള ഒരു ഭയങ്കര ഒരു മിറാക്കിളസ്. അത് എനിക്ക് ലക്ഷ്യം വേണമെന്ന് തോന്നിയത് 1 മാസം കഴിഞ്ഞ ശേഷം.
സെഷൻ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ എനിക്ക് തോന്നി എന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, അത് എനിക്ക് പുറത്ത് പറയണം, അങ്ങനെ ആൾക്കാരോട് എന്തൊക്കെയോ സംസാരിക്കണോ, ഇങ്ങനെ ഒരു ടോക്ക് ഒക്കെ ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഒരു തോന്നല് തോന്നി. അപ്പൊ ഞാൻ അതായത് അതിനകത്ത് വെരി ഗുഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ക്ലയൻസിനോട് പറയാറുണ്ട് വിഷ്വൽ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ആ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പുറത്തു വരുമെന്ന് പറയാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ. ഹീൽ ചെയ്ത് മാം ഹീലിംഗ് കണ്ടിന്യൂ ചെയ്തു അല്ലേ? മാം ഹീലിംഗ് കണ്ടിന്യൂ ചെയ്തിട്ട് ആ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇന്ന് വരെ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മളെ കാണും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാന് ഹീൽ ചെയ്യുന്ന സമയത്ത് ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ എനിക്ക് പല ആൾക്കാരോട് പല ദേഷ്യങ്ങളും, പല ആൾക്കാരും എന്നെ കുത്തിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫോർഗീവ്നെസ് ചെയ്യുന്ന ശേഷം അവരുടെ അടുത്ത് ഞാൻ പോവാതെ അവരെന്നോട് വന്നിട്ട് സംസാരിക്കാനും ചിരിക്കാനും പിന്നെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അവര് നല്ല നിലക്ക് മുന്നോട്ട്, ഫാമിലി മൊത്തം നല്ല നിലക്ക് പോകാൻ പറ്റുന്നുണ്ട് അതിലൂടെ. അത് അങ്ങോട്ട് ഫോർഗീവ് ചെയ്തു കൊടുത്തിട്ട് അങ്ങോട്ട് നേരിട്ട് ചോദിക്കാതല്ല, നമ്മളങ്ങനെ ഇവിടുന്ന് വീട്ടിൽ വെച്ച് ചെയ്തിട്ട് അവർ നമ്മൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം, അതൊരു വേറെ ഇതായിരുന്നു. തീർച്ചയായിട്ടും. കാരണം അതാണ് അടുത്ത മിറക്കിൾ പറയുള്ളത്. ഇതൊക്കെ മാം ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലർക്കും ഇവിടെ മിറക്കിളാണ്. ഞാൻ പറയാറുണ്ടെന്ന് വെച്ചാൽ ഇതൊന്നും മിറക്കിൾ അല്ല, നാച്ചുറലി ഇതിങ്ങനെ സംഭവിക്കും. ഇതൊന്നും ഒരു അത്ഭുതകരമായ കാര്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു അത്ഭുതം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക അതിന്റെ ഒക്യുറൻസിന്റെ ഡ്യൂറേഷൻ കുറയുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ, എത്ര തവണ സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ തവണ സംഭവിക്കുന്ന കാര്യങ്ങളെ, വളരെ വല്ലപ്പോഴും റയർലി സംഭവിക്കുന്ന കാര്യങ്ങളെ, റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മിറക്കിൾസ്. എന്തുകൊണ്ടാണ് റയറായി പോകുന്നത്? നമ്മുടെ എനർജി ബ്ലോക്ക് കൊണ്ട്. മാമിന് ആ റിലേഷൻഷിപ്പ് ഇപ്പൊ പറഞ്ഞ ഒരു എക്സാമ്പിൾ നോക്കൂ. അതായത് മാം ആ റിലേഷൻഷിപ്പ്, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഉള്ളിൽ ഗ്രഡ്ജസ്, ദേഷ്യം, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയതിന്, വിഷമിപ്പിച്ചതിന് എനിക്കുള്ള ദേഷ്യം, കടുത്ത ദേഷ്യം, അത് ഉള്ളിൽ വെച്ചത് കൊണ്ട് എനർജി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ചുറ്റിലും. ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയൂല. ദേ കൻ നോട്ട് കം. ഈവൻ ഇഫ് ദേ വാണ്ട് ടു കം, ദേ കൻ നോട്ട് കം. നിങ്ങൾ ദേഷ്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആളുടെ മനസ്സിൽ ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളെ വന്നിട്ട് ആ പണം തിരിച്ചു തരാൻ കഴിയില്ല. നമുക്ക് കഴിയില്ല. അയാൾ അങ്ങനെ അയാൾക്ക് കഴിയില്ല. അപ്പോൾ മാമിന്റെ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ എനിക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുകയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരോടും ആ ഒരു ഫൊർഗീവ്നെസ് അങ്ങ് കൊടുത്തപ്പോ, മനസ്സിൽ നിന്ന് വെറുപ്പങ്ങ് എടുത്ത് കളഞ്ഞപ്പോ, ഈ വ്യക്തികളെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കും. ഇത് നമുക്ക് മിറക്കിളായിട്ട് തോന്നും അല്ലേ? ഇത് മിറക്കിൾ അല്ല, അത് എത്രയേ ഉള്ളൂ, അതിന്റെ റിയാലിറ്റിയാണ്. ആ ഒരു വലിയ രീതിയിൽ ഷിഫ്റ്റ് ഉണ്ടായി. എന്തെല്ലാം മാറ്റങ്ങളാണ് മാമിന് ഉണ്ടായിട്ടുള്ളത്? മാം, ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. വാട്ട് ഡിഡ് യു ഡു? ആ പ്രോഗ്രാമിന് ശേഷം പിന്നെ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത്? പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങള്, ക്ഷീണം ഉണ്ടായിരുന്നു. ഒരാഴ്ച ഞാന് ഭയങ്കര ആ അവസ്ഥയിൽ തന്നെ പോയിരുന്നു. അതിന്റെ ശേഷം ഒരാഴ്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഫോർഗ്രീസ് അത് കറക്റ്റ് ചെയ്യുന്നുണ്ടായിന്. പിന്നെ അതെല്ലാം ചെയ്യുന്ന സമയത്ത് എന്റെ ഫാമിലിയിൽ നിന്ന് ഓരോ കോള് വരുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ സിസ്റ്റേഴ്സ് ഒക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെ വിശേഷങ്ങള്, കാര്യങ്ങൾ ചോദിക്കുന്നു, അനിയത്തിമാർ. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് അവരോടൊക്കെ അല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും പറ്റി. ഫസ്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ്. പിന്നെ ഞാൻ പറയാം, അപ്പൊ എന്നെ ഹസ്ബൻഡായിട്ട് എനിക്ക് നല്ല ഓപ്പൺ, എന്നോട് ഇപ്പൊ എന്നെ ചോദിക്കും, ഞാൻ നാട്ടിൽ വന്ന സമയം, ഞാൻ പെട്ടെന്ന് നാട്ടിൽ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു, എനിക്ക് നല്ലൊരു വൈഫിനെ തിരിച്ചു കിട്ടിയല്ലോ. അപ്പൊ ഞാന് ഇതെന്താണ് സംഭവം, ഞാൻ EFT അതിനെ കുറിച്ച് അന്നാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ഇങ്ങനെ പോയിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ ഒന്നും പറഞ്ഞില്ല, ഒക്കെ കേട്ടിരുന്നു അതിങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ ആ ഒരു 1 വീക്കിന്റെ ശേഷമാണ് ഞാനിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സംഭവങ്ങൾ മാറൽ തുടങ്ങി. ഇപ്പോഴാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ എനിക്കിങ്ങനെ സ്വപ്നങ്ങളുണ്ട്. പിന്നെ പുതിയ കുട്ടികളാ, നല്ല കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിട്ടാണ് മയക്കുമരുന്നിനെതിരെ സംസാരിച്ചിട്ടും നല്ല കുട്ടികളെ വെക്കേഷൻ ക്യാമ്പ് ഉണ്ടാക്കിയിട്ട് മാറ്റിയെടുക്കാം. അതിലേക്കുള്ള ജേണിയിലാണ് ഇപ്പോ മാം, ചെയ്തുകൊണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സമയത്ത് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നു.
ഏതൊക്കെ പ്രാക്ടീസ് ആണ് നിങ്ങൾ ചെയ്തത്? ഇപ്പൊ ഫോർഗിവ്നെസ് ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര സമയം ചെയ്തു? എങ്ങനെയൊക്കെയാണ് ചെയ്തത്? അത് ഞാൻ പറഞ്ഞു. രാവിലെ മെഡിറ്റേഷന് ഡെയിലി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാന് രാവിലെ ഒരു 10 മിനിറ്റ് എന്റേതായ ഇതില് കണ്ണടച്ചിരുന്നിട്ട് നമ്മളെ പിന്നെ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കായിരുന്നു. അത് ഞാൻ എന്റെ സ്വന്തമായിട്ടൊരു ഒരു സംഭവം ഉണ്ടാക്കിയത്. എഫ്‌ടി കൂടെ കിട്ടിയപ്പോ അങ്ങനെ എടുത്തതാണ്. അപ്പൊ അത് ഞാൻ കണ്ണടച്ച് കുറെ രാവിലെ തന്നെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോ ഒരു പോസിറ്റീവ് മൈൻഡ് രാവിലെ വന്നിരുന്നു. പിന്നെ ഇത് കറക്റ്റ് നമ്മൾ എഴുതി വെക്കുന്ന് പറഞ്ഞല്ലോ. എഴുതി വെക്കുന്നത് പിന്നെ അതങ്ങനെ അത് ചെയ്തതിന് ശേഷവും ഫസ്റ്റ് എനിക്ക് അതാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്ന് വെച്ചാല് ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൽ കൂടെ എനിക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. കൂടുതൽ കൂടുതൽ കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു സംഭവം വന്നത്. അതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എഫ്‌ടിയുടെ കൂടെ മാത്രാണ്. മറ്റേ എനിക്ക് ഇപ്പഴും ഞാൻ അതേ അവസ്ഥയിൽ പോവായിരുന്നു അല്ലെങ്കിൽ. കാര്യമൊന്നും പറയാനല്ലാത്ത ഇതിലായിരിക്കും. അപ്പം മെയിനായിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം, വലിയ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് കണ്ണടച്ചിരുന്നിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഐ മീൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയും അനുഗ്രഹങ്ങളെ കുറിച്ച് വിഷ്വലൈയും, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ. ഇതിന് ശേഷം ആ ഒരു കാലിക്കറ്റിലെ മീറ്റപ്പിന് ശേഷം പിന്നീട് അവിടെ വന്നിട്ട് ഏറ്റവും മീറ്റപ്പിലാണല്ലോ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അവിടെ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ചേഞ്ച് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയ മനസ്സിൽ തട്ടിയ ഒരു മെസ്സേജ് ഉണ്ടാവും. അതെന്താണ്? അതെനിക്ക് വൈകട്ടം തട്ടിയത് നമ്മളെ ചിന്തകളാണ് നമ്മളെ ചുറ്റുപാടുകളെന്ന്. ആ ഒരു സംഭവം ഞാൻ ഇപ്പഴും ചിന്തിക്കും. ഞാൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോ ഒന്ന് ചിന്തിക്കും. അപ്പൊ എനിക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റുമല്ല. അതുകൊണ്ട് ആ ഒരു ചിന്ത എപ്പഴും ഞാൻ എടുക്കല്. നമ്മളെന്ത് സമയത്തും ആ ഒരു സംഭവം ആ ഒരു റൂം ഓർമ്മ വരും. നമ്മളെ ചിന്തകളാണല്ലോ നമ്മളെ ചുറ്റുപാട്. നമ്മളെ റിയാലിറ്റി ആയിട്ട് വരിക. അപ്പൊ നല്ലത് മാത്രമേ ചിന്തിക്കൂ. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുമ്പോ നമ്മളങ്ങനെ ചിന്തിച്ചാൽ അവരങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിക്കും. അപ്പൊ ഞാനത് നല്ലതാക്കി മാറ്റും. അതെനിക്ക് ഭയങ്കര ഒരു വേടാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു അല്ലേ? അപ്പം എങ്ങനെയാണ് ഫോർഗിവ്നെസ് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് എല്ലാ ദിവസവും എത്ര തവണ ചെയ്യും? എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? വലിയ റിസൾട്ട് കിട്ടി പറഞ്ഞോളൂ. അതെനിക്ക് മറ്റുള്ളവരെ എന്തെങ്കിലും നമ്മള് പറയാ എന്തെങ്കിലും ചെയ്യുമ്പോ നേരത്തെ ആണെങ്കിൽ EFT ചെയ്യുന്നതിന് മുന്നാണെങ്കില് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അതൊരു ആഴ്ചയിലേക്ക് എനിക്ക് മനസ്സിലിങ്ങനെ നിക്കും. ഇപ്പൊ ഞാന് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തോന്നിയാല് എനിക്ക് അപ്പന്നെ പിന്നെ മാറ്റി അപ്പന്നെ ഫോർഗേറ്റ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് തന്നെ എനിക്ക് അവരോട് ഒന്നുമില്ല. അപ്പം കഴിഞ്ഞാ അവരെ പ്രശ്നം കൊണ്ട് വന്നതാണല്ലോ എന്നുള്ള മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാന് എന്താ പ്രശ്നങ്ങൾ എപ്പ വരുന്നുണ്ടോ അപ്പം തന്നെ ഫോർഗേറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാമുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ പലപ്പോഴും സംശയത്തിലാണ്, മാറ്റമുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ക്യാഷ് പോവോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? മാം, എന്താണ് പറയാനുള്ളത് അവരോട്? നമ്മുടെ ഈ ട്രോമ ഹീലിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇനി അടുത്ത മീറ്റപ്പ് വരാൻ പോകണം. സോ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? വാട്ട് ഡു യു വാണ്ട് ടു ടെൽ? അവരോട് പറയാനുള്ളത് ഞാനും നേരത്തെ വിചാരിച്ചത് എന്റെ കാശ് പോവാ വെറുതെ കേറാണ്. അപ്പൊ കേറിയ സമയത്തും എനിക്ക് തോന്നി അങ്ങായിരുന്നു. വെറുതെ ആയിരിക്കുവോ? ചെയ്തിട്ട് കാര്യണ്ടോ ഒക്കെ. പക്ഷേ എന്റെ സത്യാവസ്ഥയാണ് ഞാൻ ഇവിടെ മുന്നിൽ ഇപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യമായിട്ട് കേറാം. മാറ്റങ്ങൾ വരുംന്ന് ഉറപ്പാണ്. ഒരു വെറുതെ നിക്കണ്ട. ആ കാശിനേക്കാൾ ഇരട്ടിക്ക് നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. എന്റെ ജീവിതം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ സംശയിച്ച് നിക്കണോല് ധൈര്യമായിട്ട് കേറി. ഞാനും സംശയിച്ചുകൊണ്ടായിരുന്നു ഇതിലേക്ക് വന്നത്. പക്ഷെ നല്ല റാഹത്തിലാണ് ഞാന് പിന്നെ തിരിച്ചു വന്നത്. ഇപ്പൊ ഞാന് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്റെ ഓരോ ടൈമും ഞാന് എൻജോയ് ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാവരും വന്നോളൂ ധൈര്യമായിട്ട്. അത്ര പറയാനുള്ളത്. ഒരു കാര്യം കൂടെ മാം, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരു 40 വയസ്സ് വരെയുള്ള ജീവിതം, ഞാനിങ്ങനെ പറയാറുണ്ട് പലപ്പോഴും. അതായത് ഇപ്പൊ പല ആൾക്കാർക്കും 40 വയസ്സിന് നമുക്ക് 2 പാർട്ട് ഉണ്ടെന്നാ പറയാം. ഓക്കെ, ആദ്യ പകുതി എന്ന് പറയും നമുക്ക് ആക്ച്വലി ഒരു 60 വയസ്സെന്നല്ല നമ്മളുടെ ഒരു ജീവിതത്തിന്റെ കാര്യം വരുന്നത്. നമ്മളൊരു 80, 100, 90 ഒക്കെ, സോറി 90, 100 ഒക്കെ നമ്മൾ മനസ്സിൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. അപ്പം ആദ്യത്തെ ഒരു പകുതി എന്ന് പറയുന്നത് 40 വയസ്സ് വരെയുള്ള സമയമാണ്. ഇപ്പൊ പ്രവാചകന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാലും അറിയാൻ പറ്റും, 40 വയസ്സിലാണ് നുബൂവത്തിലിരിക്കുന്നത്, അതായത് നബി ആവാനുള്ള, പ്രവാചകനാവാനുള്ള അവസരം ലഭിക്കും. വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നത് അവിടെയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ 40 വയസ്സ് വരെ പ്രിപ്പറേഷൻ ആണ്, നമ്മൾ തയ്യാറെടുപ്പാണ്.
നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം മാറി മറിഞ്ഞ് 40-ന് ശേഷം. ഇനി അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് എക്സാമ്പിൾസ് എടുക്കാം. അധികം ആൾക്കാരും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത് 40 വയസ്സിന് ശേഷമാണ്. എന്താണ് കാര്യം? ആ 40 വയസ്സ് വരെ അവൻ്റെ ഉള്ളിലുള്ള ഈഗോ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള പലതും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. 40 ആകുമ്പോഴേക്കും അവൻ പല സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് ഒരു സ്റ്റേജിലെത്തും. പക്വതയുടെ സ്റ്റേജ്, തിരിച്ചറിവിൻ്റെ സ്റ്റേജ്, ഇരുന്ന് ചിന്തിക്കുന്നതിൻ്റെ സ്റ്റേജ്, ആഴത്തിൽ ചിന്തിക്കുന്നതിൻ്റെ സ്റ്റേജ്. കാരണം പലപ്പോഴും അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ അവൻ സൊസൈറ്റി പറഞ്ഞിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയിട്ടുണ്ട്. അതായത് സൊസൈറ്റി പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞ് പഠിച്ചു, സ്കൂളിൽ പോയി, കോളേജിൽ പോയി, അല്ലെങ്കിൽ എന്താണോ പഠിക്കാൻ പറഞ്ഞത് അത് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ഓക്കെ ഒരു വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ചു. മക്കൾ വേണമെന്ന് പറഞ്ഞ് മക്കളായി. പിന്നെ പറഞ്ഞു വീട് വെക്കണം എന്ന് പറഞ്ഞ് വീടായി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്താണ്, മക്കളെ വലുതാക്കണം, മക്കളെ പഠിപ്പിക്കണം, മക്കളെ വലുതാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവരുടെ വിവാഹം നടത്തി കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തു. ഇതിനിടയിൽ നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഉള്ളു പറയുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മൾ ജീവിക്കാതെ പോകും. ആ ജീവിതം പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ 40 വയസ്സ് വരെ ആകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലുണ്ട്, ഒരു വിങ്ങിപ്പൊട്ടലുണ്ട്. ഞാൻ എന്തായി, എനിക്കിപ്പോൾ എന്താ ഉള്ളത്? ആ എന്താ ഉള്ളത് എന്നുള്ളൊരു സംഗതി വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അവിടെ നമ്മുടെ ആ ഒരു ഏജ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വപ്നം കാണാൻ തുടങ്ങും. പലപ്പോഴും ചില ആൾക്കാരും ഉറങ്ങുന്ന സമയത്ത് ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള സ്വപ്നങ്ങൾ, അത് നമ്മുടെ ആത്മാവ് നമ്മളോട് തേടുകയാണ്. നമ്മൾ എന്തോ ഒരു തേടുന്നുണ്ടാവും. ആ സമയത്താണ് ചിലർക്ക് ഡിപ്രഷൻ വരുന്നത്. അതായത് ഇതിനാണ് പറയുന്ന പേരാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയും. അതായത് ഈ പ്രായത്തിലെത്തുമ്പോൾ നമുക്ക് നമ്മളെ എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. ഞാൻ എന്താണ്, ഞാൻ എവിടേക്കാണ് പോകുന്നത്, ഞാൻ ആരാകുന്നു, എന്തായി ആയി മാറുന്നത്, ഞാൻ എവിടെയൊന്നും എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊന്നും ആയില്ലല്ലോ, ഞാൻ പരാജയപ്പെട്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തോട്ട്സുകൾ വരാൻ തുടങ്ങും. ആ തോട്ട്സ് വരുന്ന സമയത്ത് അത് ശരിക്കും ഒരു അടയാളമാണ്, ഒരു 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 എന്താണ് ഒരു വിളിയാളമാണ് ആ ചിന്തകളെ. ആ ചിന്തകളിൽ നിന്നാണ് നമുക്കൊരു പ്രത്യേക പർപ്പസ് ഉണ്ടാവും. അപ്പോൾ 40കളിലാണ് പലർക്കും എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വല്ലാണ്ട് വരിക. 35, ചിലർക്ക് അത് 30-35 വരും, ചിലർക്ക് അതിന് മുൻപേ വരും. ഓക്കെ, പക്ഷേ അപ്പോഴാണ് വെച്ചാൽ അപ്പൊ നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റും എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമുണ്ട്. ആ ജേണി ആരംഭിക്കുന്ന അവിടെയാണ്. അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ 40കളിലേക്ക് കടന്നിട്ടുള്ള അല്ലെങ്കിൽ 40കളുടെ അടുത്ത് നിൽക്കുന്ന പല ആൾക്കാർ, 40 കടന്ന് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പല കൺഫ്യൂഷനിലൂടെയും ക്ലാരിറ്റി ഇല്ലാതെയും ഇനിയെല്ലാം അവസാനിച്ചോ, ഇനിയിപ്പോൾ എനിക്ക് എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്കെല്ലാം ഇനിയും അവസരമുണ്ട്, ആരംഭിക്കാം. മീറ്റപ്പിന് വരണം, നിങ്ങളെല്ലാവരും മീറ്റപ്പിന് വരണം. ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. 1599 രൂപയുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിപൊളി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താനും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ക്രൈസിസുകൾ മാറ്റാനും നിങ്ങളിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് നൽകാനും ഒക്കെ അവസരം ഉണ്ടാകുന്ന വലിയൊരു പ്രോഗ്രാമാണ്. സോ നമ്മൾ ഈ ഒരു ഓൺലൈനിൽ നിൽക്കുന്ന പോലെയല്ല ഓഫ്ലൈൻ എന്ന് പറയുന്നത്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. യെസ് ഓർ നോ മാം? ശരിയാണോ? എന്താണ് പറയാൻ? ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മൾക്ക് നേരിട്ടാകുമ്പോൾ എനിക്ക് അത് ഒന്നും കൂടെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. പിന്നെ ഈ 40 വയസ്സെന്ന് പറയുന്നത്, 40 വയസ്സ് ഞാൻ നേരത്തെ കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ വിചാരിച്ചത് 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം എല്ലാം കഴിഞ്ഞ് ഇനി അങ്ങ് മരിക്കാനുള്ള സമയമായിട്ടുണ്ടാവുന്ന. കാരണം 40 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് ആർക്കോ വേണ്ടിയായിരുന്നു, ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു, ആരെന്തോ പറയുന്നത്, ഒരു ചിന്ത പോലും ഒരു ലക്ഷ്യബോധം ഒന്നും ഇല്ലാതെ അങ്ങ് ജീവിച്ചു പോയിട്ട് മാത്രം ഉണ്ടായിരുന്നു. ഈ 41 വയസ്സ് കഴിഞ്ഞ സമയത്താണ്, ഞാനൊരു 18 വയസ്സാണ് എനിക്കിപ്പോ. എനിക്ക് 41 വയസ്സ് പറഞ്ഞാൽ ഇഷ്ടമില്ല, കാരണം എന്റെ മനസ്സിപ്പോ ഒരു 18 വയസ്സിലാണ്. അങ്ങനെ ഞാൻ അങ്ങ് മാറിപ്പോയത്. അതുകൊണ്ട് പ്രായം അവിടെ ഒരു പ്രശ്നേ അല്ല ഈ കോഴ്സിൽ. കാരണം ഈ ഒരു സംഭവമൊക്കെ നേരത്തെ കണ്ടുപിടിക്കേണ്ടിയായിരുന്നു ഞാൻ വിചാരിക്കുക. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് കുട്ടികൾക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നേനെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഐ ആം സോ ഹാപ്പി ഫോർ യു. വളരെയധികം സന്തോഷം. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അവരുടെയൊക്കെ സന്തോഷം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഒരു പുതിയൊരു ഭാര്യയെ, നല്ലൊരു ഭാര്യയെ തിരിച്ചു കിട്ടി. വാട്ട് എ ഫാന്റാസ്റ്റിക് ലൈൻ. ഹി ഈസ് സച്ച് എ ഗുഡ് മാൻ. അദ്ദേഹം അത്ര നല്ല വ്യക്തിയാണ്. ഓക്കെ, ഹി ഈസ് സച്ച് എ ഗുഡ് മാൻ. ആൻഡ് ആ ഒരു തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് എന്താ വെച്ചാൽ ആൾ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇറ്റ് വാസ്
ദ എനർജി യു ആർ ഗോയിങ് ത്രൂ, നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളും വിഷമങ്ങളും ബേസ് ചെയ്തിട്ട് ആ റൂട്ട് കോസ് അല്ലെ, ആ റൂട്ട് കോസ് നിങ്ങൾക്ക് കാണാൻ പറ്റി. ആ റൂട്ട് കോസ് എങ്ങനെയാണ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നിങ്ങൾ ആ ഒരു പറഞ്ഞു, അതായത് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ചെറുപ്പകാലത്തെ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതിലേക്ക് നിങ്ങൾ പതിയെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതാണ് ശരിക്കും റൂട്ട് കോസ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ശരിയാണോ? അതാണോ അതിന്റെ അടിസ്ഥാനം? യെസ്, ആ ചൈൽഡ് ട്രോമ ആണ് പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് പറഞ്ഞ സമയത്തൊന്നും അങ്ങനെ ഒരു ട്രോമ എനിക്ക് ഇല്ലാന്ന് തന്നെയാണ്. ചൈൽഡിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ വളർന്ന ആളായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നു. ചൈൽഡ് ട്രോമ ആണെന്നുള്ളത്. ഉണ്ടായിരുന്നു, അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു, ഉം, ഉം. അതെല്ലാം ആ, ഹീൽ ചെയ്തു. അതെല്ലാം ഹീൽ ചെയ്ത് ഇപ്പൊ ക്ലിയർ ആയി തോന്നി. പിന്നെ ഉം. അതിന്റെ ശേഷവും ഞാൻ ഹീൽ ചെയ്യാന് ഫോർഗിവ്നെസ് ആ സമയത്ത് തന്നെ നമ്മളെ ഇഷ്ടമുള്ള ആളെ എടുക്കാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡിനെ ഞാൻ എടുത്ത് ഹീൽ ചെയ്ത സമയത്ത് ആണ് എനിക്ക് എന്റെ പുതിയ ആളായിട്ട് തിരിച്ചു കിട്ടിയത്. പക്ഷെ ആള് പാവാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെ അടുത്ത് അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലാക്കാൻ പറ്റും. ആള് പാവാണ്, എന്റെ പ്രശ്നങ്ങൾ മുഴുവൻ എന്റെ അടുത്തായിരുന്നു. എന്റെ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ചെറുപ്പത്തില്. ഏത് പ്രായത്തിലായിരുന്നു നിങ്ങള് സംഭവം ഒന്നും പറയണ്ട, ഏത് പ്രായത്തിലായിരുന്നു? ചെറുപ്പകാലത്ത് നിങ്ങൾ ഏത് പ്രായം മനസ്സിലേക്ക് വന്നത്, ആ വിഷമം ഉണ്ടായ ഏത് പ്രായം? ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു എട്ടാം ക്ലാസ് പ്രശ്നം. പ്രശ്നം ഒന്ന് ഉണ്ടായി. ഞാനൊരു 6 വയസ്സൊക്കെ ആയ സമയത്തുണ്ടായിരുന്നു. അത് രണ്ട് ഉണ്ടായി. കാര്യങ്ങൾ. ആ അത് രണ്ട് ഞങ്ങക്ക് കാര്യങ്ങളാണ് നിങ്ങളെ ഭയങ്കരമായിട്ട്. സാർ ആ സമയത്ത് പറഞ്ഞപ്പോ അങ്ങനെ ട്രോമ ഉണ്ടായിരുന്നു എന്നുള്ള, അത്രയും സീരിയസ് ആയിരുന്നു എന്നൊക്കെ മനസ്സിലായപ്പോഴായിരുന്നു. അതുവരെ അത് ട്രോമയല്ലായിരുന്നു, അതൊന്നും വലിയ കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, മനസ്സിലേക്ക് ഈവൻ ചിന്ത പോലുമായിട്ട് വന്നിരുന്നില്ല. പക്ഷെ ഞാൻ നമ്മുടെ ആ ഒരു സെഷനിൽ ഇരുന്ന് തെറാപ്പി ഇങ്ങനെ സംഗതികൾ ചെയ്തപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു അല്ലെ, മനസ്സിലേക്ക് ഇങ്ങോട്ട് വന്നു. അത് ഹീൽ ചെയ്തു, ക്ലിയർ ചെയ്തു. നിങ്ങൾക്ക് തടസ്സമൊന്നും തോന്നിയില്ല? ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ഓക്കെ, ഇല്ല ഞാൻ ഹീൽ ചെയ്യൂല, എനിക്ക് വിഷമമുള്ള സംഗതിയും പെയിനൊക്കെ ഉണ്ടായതാണ്, ഞാൻ ഫൊർഗീവ് ചെയ്യൂല എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്ത വന്നോ? അതിനെ നിങ്ങൾ എങ്ങനെ മറികടന്നു? അതോ നിങ്ങൾ സാറിപ്പോ പറഞ്ഞിട്ടുണ്ട് ഞാനത് അങ്ങ് അന്ധമായിട്ട് ഫോളോ ചെയ്യണം, കാരണം എന്റെ എല്ലാ ദുഃഖത്തിനും കാരണം ഇതാണെന്നാണ് സാറ് പറയുന്നത്, അന്ന് സംഭവിച്ച കാര്യങ്ങളാണെന്നാണ് പറയുന്നത്, അപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. അങ്ങനെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? എന്താണ് നിങ്ങളുടെ അന്ന് അത് രാവിലെ പറയുന്നത്? ഉണ്ടല്ലോ, അന്ന് രാവിലെ എനിക്ക് അത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. എനിക്ക് സാറിലൊരു വിശ്വാസമില്ലായിരുന്നു ഫസ്റ്റ് ഇരുന്നപ്പോ, ക്ലാസ്സിലിരുന്ന സമയത്ത്. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഞാൻ അങ്ങനെ ആർക്കോ വേണ്ടി മോളൊക്കെ പറഞ്ഞ് ഇതെല്ലാം വേണ്ടി അത് പോയി നോക്കട്ടെ എന്നുള്ള. അപ്പൊ ഒരു 10 മണി 11 മണി കഴിഞ്ഞ് രണ്ടാമത്തെ ഈ തെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്താണ് എനിക്ക്, എന്നിട്ടും എന്റെ ചൈൽഡിന് അങ്ങനെ ഒന്നും ഇല്ല, സാറെന്തോ പറയാന്ന് വിചാരിച്ച് അറിയാതെ എങ്ങനെയോ അത് അതിലേക്ക് ഇങ്ങനെ ലയിച്ചു പോയി. ആ ഒരു പ്രായത്തിലേക്ക് എനിക്ക് എങ്ങനെ അങ്ങനെ ഉള്ളിലേക്ക് വന്നെന്നറിയില്ല. പിന്നെ ഞാൻ അറിയാതെ കരിഞ്ഞ് കുറേ സങ്കടം കണ്ണിന്ന് അങ്ങനെ ഒലിക്കുന്നുണ്ട്. അറിയുന്നില്ല എങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ അതിലേക്ക് വന്നിട്ട് അങ്ങോട്ട് പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് അപ്പഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത്ര സീരിയസ് ആയിരുന്ന ഒരു സംഭവം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാന് ഞാൻ നോട്ട് ചെയ്തിരുന്നു മാം അവിടെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക അതായത് വല്ലാത്ത സങ്കടം ഉള്ളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ അത്രയും സമർപ്പിച്ച് അതിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നോ ഡൗട്ട് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഞങ്ങൾ അന്ന് നോട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് എന്നോട് സംസാരിക്കാൻ പറയുമ്പോ എനിക്കൊന്നും അന്ന് സംസാരിക്കാനേ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഈ സമയത്ത് ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അന്നൊന്നും ഞാൻ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂല. എനിക്ക് കുറച്ചും കൂടെ ഇംഗ്ലീഷ് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിട്ട് നല്ലോണം ടോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീരെ തീർച്ചയായിട്ടും. പറ്റില്ലായിരുന്നു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിനുശേഷം വീട്ടിലേക്ക് പോയിട്ട് ഒരാഴ്ചയോളം മാം പറഞ്ഞു ഹീലിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാഴ്ചയോളം നമ്മളുടെ ഉള്ളിലൂടെ ആ, എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ജലദോഷം ഉണ്ടാവും, ചിലർക്ക് ഡയറി ഉണ്ടാവും, ഐ മീൻ ചിലർക്ക് വയറ്റിന്ന് പോകുന്ന പ്രശ്നങ്ങൾ, ചിലർക്ക് ഛർദ്ദിക്കാൻ വരുന്ന പ്രശ്നങ്ങൾ, ചിലർക്ക് നല്ല പനി, നല്ല ക്ഷീണം. അത് ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രോഗ്രാമിൽ. അത് ശരിക്കും മനസ്സിലാക്കിയോ അതല്ല പേടിച്ചു പോയോ? എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത്? എന്തൊക്കെയാണ് സംഭവിച്ചത് അന്ന്? അതുണ്ടായിരുന്നു. എനിക്ക് പിറ്റേ ദിവസം വന്ന് അന്ന് രാത്രി ഇവിടെ എത്തിയത്. രാവിലെ വന്ന് സ്ലോ മോഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഉം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അന്ന് പിറ്റേ ദിവസം ഫുള്ള് ഉറക്കായിരുന്നു. അപ്പൊ ഞാൻ ഉം. അപ്പൊക്കെ വിചാരിച്ചു എനിക്കൊന്നും മാറ്റൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ, വന്നില്ലേ എന്നൊക്കെ തോന്നി. പിന്നെയും തോന്നി അത് ശരിയാവൂലേ എന്നൊക്കെ. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഞാനിങ്ങനെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പൊക്കെ ചെറിയ തോതിലായിരുന്നു. ഇപ്പൊ ഞാൻ വലിയ തോതിൽ തന്നെ പറയാം. തീർച്ചയായിട്ടും.
എന്തായാലും വളരെയധികം സന്തോഷം മാം. റിലേഷൻഷിപ്പ് മാസ്റ്ററി പ്രോഗ്രാം ചെയ്തല്ലോ. എന്തുകൊണ്ട് ആ പ്രോഗ്രാം ചെയ്യാനുള്ള കാരണം? കാരണം ആദ്യം മീറ്റപ്പിൽ വന്നു, പിന്നെ റിലേഷൻ ആദ്യം കഴിഞ്ഞിട്ട് മീറ്റപ്പിലല്ലേ വന്നേ? അല്ല, ഞാന് EFT കോഴ്സ് അത് മാത്രമേ ചെയ്തേ, റിലേഷൻഷിപ്പ് മാത്രം. EFT പിന്നെ കോഴ്സ് ആണ് ചെയ്തത്, റിലേഷൻഷിപ്പ് മാസ്റ്റർ ചെയ്തില്ലേ? EFT റിലേഷൻഷിപ്പ് കോഴ്സ് അല്ല അത്, അതായിരുന്നു ചെയ്തത്. ആ പിന്നെ ഓക്കെ. പിന്നെ അതിങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഹീലിംഗ് ഇതൊക്കെ ആയിട്ട് നിന്ന് പോയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. വെരി ഗുഡ്, ഐ എം റിയലി ഹാപ്പി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓഡിയൻസ്, നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും മാമിനോട് ചോദിക്കാം. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഹർ സ്റ്റോറി ഈസ് അമേസിങ്. നിങ്ങളുടെ പലരുടെയും വിശ്വാസങ്ങൾ, എനിക്ക് പോലും എന്താ പറയുക, ഈ ഒരു യാത്ര എൻ്റെ ടീമിനാണെങ്കിലും ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോറികളാണ്. സൺഡേകളിൽ വരുന്ന ഇത്തരത്തിലുള്ള സ്റ്റോറികൾ, സാധാരണ വ്യക്തികൾ ആകെ മാറി മറിയുന്നത്, ഫ്രം സീറോ ടു ഹീറോ. കുറേ മുമ്പ് ഞാനൊരു പ്രോഗ്രാം ചെയ്യാൻ വിചാരിച്ചു. അതിൽ പരാജയപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട് ഇനിയൊന്നും ഇല്ല, ഇനിയൊന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരിൽ നിന്ന്, എന്നെ നഷ്ടപ്പെട്ടു എന്ന് എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരിൽ നിന്ന്, അവർ സീറോ ആണ് എന്ന് സ്വയം അവർ വിലയിരുത്തുന്ന സിറ്റുവേഷനിൽ നിന്ന് അവരെ ഹീറോ ആക്കുന്ന ഒരു പ്രോഗ്രാം. ഞാനൊരു കാര്യം ചോദിക്കുകയാണ് മാം, നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടായിരുന്നില്ലേ? ആ മെന്ററുടെ അവരുടെ ഹെൽപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മെന്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സമയത്ത് പറയാൻ വിട്ടുപോയതായിരുന്നു. നമ്മളെ പ്രശ്നങ്ങൾ, എനിക്ക് ചെറിയ പ്രശ്നം വരുമ്പോൾ മെന്റേഴ്സ്ക്ക് വോയിസ് അയക്കും. എനിക്ക് അപ്പൊ തന്നെ റിപ്ലൈ തരും. അത് എങ്ങനെ ചെയ്യണം, അപ്പൊ ഹീൽ ചെയ്ത് പോക്കാം. പിന്നെ ചില സംഭവം എനിക്ക് പേഴ്സണൽ ആയിട്ട് തന്നെ ഹീൽ ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട് മെന്റേഴ്സ്. ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോ ആ സമയത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരിക്കും കൂടെ നിന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാ പ്രശ്നങ്ങളും അപ്പ റിപ്ലൈ തന്നു കൊടുക്കും. നമ്മള് സമയം മാറ്റിയൊക്കെ വേണ്ട. ഇപ്പൊ എന്താ ചോദിച്ചാൽ അപ്പൊ തന്നെ റിപ്ലൈ തരാ, അതിന് വേണ്ട ഹീൽ ചെയ്ത് തരാ, ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു ആരായിരുന്നു നിങ്ങളുടെ മെന്റർ? അവന്റെ പേര് ഓർമ്മ ചെയ്യാൻ വിട്ടുപോയില്ലോ. ഓക്കെ. പേര് മറന്നുള്ള ആളെ മറന്നു. ആണോ അതല്ല താഹിറയാണോ? താഹിറ മാം. ഓക്കെ, ശരി, വെരി ഗുഡ്. അപ്പൊ നല്ല രീതിയിലേക്ക്. ഓക്കെ, ഇനി ഈ ഒരു അവസരത്തില് നിങ്ങൾക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്? എനിക്ക് പറയാനുള്ളത്, പിന്നെ തോൽവിയുടെ ഒരാള് തോറ്റുപോയി, നമ്മളെ കുട്ടികളാണെങ്കിലും ആരെങ്കിലും തോൽവി വരുന്ന അതൊരു പ്രശ്നമല്ല. അവരെ കൂടെ നിൽക്കുക. തോൽവി പിന്നെ അതൊരു ആത്മവിശ്വാസം കൊടുത്തിട്ട് അവരെ കൂടെ നിന്നിട്ട് പിന്നെ അവർക്ക് ആ തോൽവി ഒരു വിജയമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതിന് എനിക്ക് ഇതിൽ കൂടെ പറയുന്നത് എനിക്ക് മനസ്സിലായത്. നമ്മൾ ആരെങ്കിലും പ്രശ്നങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് കേട്ടിരുന്നിട്ട് അവർക്ക് വേണ്ടത് എന്താണോ അത് കൊടുത്തിട്ട് അവർ കൂടെ നിൽക്കുക. എനിക്ക് ജീവിതത്തിൽ കിട്ടാതെ പോയതാണ്. കാരണം നമ്മളെ കേട്ടിരിക്കാൻ ആളുണ്ടായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. എല്ലാവരും ഉണ്ട് ചുറ്റുപാടിലും, പക്ഷെ നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മളെ കുട്ടികളാണെങ്കിലും അവര് മാർക്ക് കുറഞ്ഞു വരിക, വേറെ എന്തെങ്കിലും ചെയ്തു വരികയാണെങ്കിൽ അവരത് തോൽവായിട്ട് അവരെ കുറ്റപ്പെടുത്താതെ അവരെ കൂടെ നിന്നിട്ട് അടുത്ത പ്രാവശ്യം വലിയ മാർക്ക് വാങ്ങാൻ ഒരു കാരണമാക്കിയിട്ട് നല്ല കുട്ടികൾ എടുക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, പ്രായം ഒരു തടസ്സം, ഒന്നിനും ഒരു തടസ്സമല്ല. നമ്മൾ ആർക്കോ വേണ്ടി ഇത്രയും കാലം ജീവിച്ചെങ്കിലും 40 വയസ്സായാലും 50 വയസ്സായാലും നമ്മൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റും. ഈ 8 മാസം കൊണ്ട് എനിക്ക് വന്ന മാറ്റങ്ങൾ വെച്ചാൽ ഒരു പ്രായം ഞാൻ എനിക്കിങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്ത, ഒരു ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത, അതിലേക്ക് ഒരു ചിന്തിക്കാത്ത ആള് പിന്നെ എനിക്ക് 8 മാസം കൊണ്ട് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ EFT കോഴ്സ് ഒക്കെ നേരത്തെ വേണ്ടിയിരുന്നു. കുറച്ചുകൂടി നേരത്തെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ വലിയ നിലയിൽ എത്തിയായിരുന്നു. അപ്പൊ ഈ നല്ലൊരു സ്വഭാവം, നല്ല ആൾക്കാരോട് നല്ലോണം പെരുമാറാനും പിന്നെ ദേഷ്യമില്ലാതെ നിൽക്കുമ്പോഴൊക്കെ ഈ മയക്കുമരുന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇതിൽ കൂടെ പറയാണ്, അതൊക്കെ ഇല്ലാതെ നല്ലൊരു ജനത മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയൊക്കെ അറിയപ്പെടുകയാണെങ്കിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഇതിലേക്കൊന്ന് വരാൻ പറ്റിയെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. സാർ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, അത്രയ്ക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള. കുറെ ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഇതിലേക്ക് മുന്നോട്ട് എത്താൻ പറ്റുമായിരുന്നു ഇതിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു കോഴ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. അങ്ങോട്ടുള്ള കാലം ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ട്രോമ ആയിട്ട് ഇങ്ങനെ ജീവിതകാലം ഇങ്ങനെ പോയി പോകും, ഒന്നും ഇല്ലാതായി പോകും. വെരി ഗുഡ് മാം. Hello, ma'am. ചോദിച്ചോളൂ. യെസ്. Good morning. Congratulations your story. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സാണ് എടുത്തത് ഈ സൈക്യാട്രിയിൽ പഠിക്കാനുള്ളത്? എങ്ങനെ സൈക്കാട്രി വെച്ചാൽ EFT റിലേഷൻഷിപ്പ് ആണോ? അതല്ല, നിങ്ങളിപ്പോ പഠിക്കുന്നു പറഞ്ഞില്ലേ, സൈക്കോളജി.
പോസിറ്റീവ് സൈക്കോളജി പറഞ്ഞ ഒരു കോഴ്സാണ്. അത് ഇഗ്നോ ആയിട്ടാണോ ചെയ്യുന്നത്? ഓൺലൈനായിട്ട് ഇഗ്നോയിട്ട് ചെയ്യാണ്. അത് നമ്മൾ എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്? എനിക്കത് അത് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. സൈക്കോളജി അത് ഇഹ്സാൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. അത് എങ്ങനെ? നിങ്ങളെ നമ്പറിൽ ഞാൻ അത് ലിങ്ക് ഇട്ടിരുന്നുണ്ട്. അത് എങ്ങനെ വെച്ചാല് ഇൻഷാല്ലാ. നിങ്ങളുടെ എനിക്ക് പേരെന്താണ്? ഇതിന് താല്പര്യമുണ്ട്, ഈ സൈക്കോളജിയിൽ എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ EFT എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് ചെയ്യായിരിക്കും നല്ലേ. ഞാൻ ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സക്സസ് സ്റ്റോറി പറഞ്ഞിരുന്നു സാറിനോട്. അപ്പൊ ഇതെങ്കിലും ചെയ്ത് ട്രോമ ഉള്ളിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ അത് ഡൗൺ ആയി പോകാൻ സാധ്യത ഉണ്ട്. മാം ചെയ്തിട്ടുണ്ട്. ആയിഷ മാം ചെയ്തതാണ്. നമ്മുടെ പ്രോഗ്രാം ചെയ്ത ആളാണ്. നമ്മുടെ ഇറ്റ്സ് മീ റിയൽമിയിൽ ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാളും കൂടിയാണ്. അപ്പൊ മാമിന് നിങ്ങൾ ചെയ്യുന്ന ഈ സൈക്കോളജി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്. സോ നിങ്ങൾ തമ്മിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്ന് നമ്പർ പറഞ്ഞാൽ കേട്ടോ. എന്റെ നമ്പർ ഇപ്പൊ തരണോ അതോ പേഴ്സണൽ ആയിട്ട് മതിയോ? എന്താ വേണ്ടത്? പേഴ്സണൽ ആയിട്ട് മതി. എന്റെ നമ്പർ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ, ഉണ്ടല്ലോ. ഇൻഷാല്ലാ. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സമീറ പറയുന്നു, സമീറയ്ക്കും വേണം നമ്പർ എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. സോ ട്രാൻസ്ഫോർമേഷൻ, സമീറ കേൾക്കുന്നുണ്ടല്ലോ? ട്രാൻസ്ഫോർമേഷൻ ഒക്കെ സമീറ മാം എന്താ കേട്ടിട്ട് എന്താ തോന്നി? ഞാന് എന്തായാലും ഹലോ മാം, അസ്സലാമു അലൈക്കും. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, എനിക്ക് തീരെ ഇതിൽ കഴിയാതെ വന്നത്, പക്ഷെ ഇനി കഴിയുന്ന ഒരു ഉറപ്പുണ്ടെങ്കിലും ഫോർഗീവ്നെസ് ആണ് എനിക്ക് കൂടുതൽ പിന്നെ ബ്ലോക്കായി നിൽക്കുന്നത്. മാം ഒരു ദിവസം എത്ര പ്രാവശ്യം ഫോർഗീവ്നെസ് ചെയ്യലുണ്ട്? അപ്പോ അതെങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു മാം? അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് തുടക്കത്തിൽ നല്ല ഈസി ആയിട്ടിരുന്നോ? ഒരു ദിവസം സ്റ്റാർട്ടിങ്ങില് 1 വീക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ സീറോയിൽ അങ്ങനെ പോവായിരുന്നു. EFT കഴിഞ്ഞ് വീട്ടിൽ എത്തിയ 1 വീക്ക്. പിന്നെയാണ് ഞാൻ കറക്റ്റ് ഓരോ സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഫോർഗീവ്നെസ് മോർണിംഗ് ഡെയിലി ചെയ്യുമായിരുന്നു. അതിന്റെ ശേഷവും നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. അതിന്നും അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. വോയിസ് ഇല്ല സർ, മ്യൂട്ടാണ്. ഓക്കെ. സോ സമീറ മാമിന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു സ്റ്റോറി കേട്ടപ്പം. അതായത് ഒന്നുമല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞ് ആ ഒരു സങ്കടം ബുദ്ധിമുട്ട് നിന്ന സ്റ്റേജിൽ നിന്ന് നേരെ തിരിച്ചു വരികയാണ്. അപ്പം പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ ഭയങ്കര രസമാട്ടോ. പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും കൂടുതൽ പഠിപ്പിക്കാനും കൂടുതൽ ആൾക്കാരിലേക്ക് പ്രോഗ്രാം എത്തിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആണ്. പല ആൾക്കാർക്ക് പലതാണ്. പലർക്കും ഗിൽറ്റാണ്, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇവരൊക്കെ ഇത്രയും ചെയ്ത് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കുറ്റബോധം വന്നിട്ട് പിന്നീട് ഇവരെന്ത് ചെയ്യും? ചെയ്യാൻ തുടങ്ങും, കൂടുതൽ ഇൻസ്പിറേഷൻ ആവും. അപ്പം തിരിച്ചറിവ് വന്നത്, അപ്പൊ ഇനി ചെയ്യണം, ഇവർക്കൊക്കെ ഇത്രയും റിസൾട്ട് ഉണ്ട്, ഇവർക്ക് ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്റെ തന്നെ ഒരു ടീം മെമ്പർ പറഞ്ഞിരുന്നു, വല്ലാത്ത കുറ്റബോധമാണ് ഇത് കേൾക്കുമ്പോൾ. കാരണം നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. സോ ഭയങ്കരമായിട്ടുള്ള വലിയ ചേഞ്ച് ആണ് പലർക്കും. മാം സുബൈദ മാം ഒക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു, നമ്മൾ EFT വർക്ക് ചെയ്യുമ്പോൾ നമ്മിൽ മാറ്റങ്ങൾ 1 by 1 ആയിട്ട് വരും. തീർച്ച സുബൈദ മാം, വെരി ഗുഡ്, ഫെന്റാസ്റ്റിക്. സോ ഇനി അടുത്തൊരു മാം ഓരോരുത്തർ ചോദിക്കുകയാണ്, ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ഫാമിലിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോടൊക്കെയാണ് നിങ്ങൾക്ക് താങ്ക്സ് പറയാനുള്ളത് ഈ ഒരു ജേർണി, ഈ ഒരു ഹീലിംഗ്? എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് സിസ്റ്റാവിനോട് തന്നെ, പിന്നെ ഷാഫി സാറ്, എന്റെ തായ്റ മെന്റർ ഉണ്ട്. പിന്നെ ഈ ജേണിയിലെ ഷജീറ കുറെയൊക്കെ എനിക്ക് ഇൻസ്പയർ ആയ ആളാണ്. കാരണം ആളെ സ്റ്റോറിയിലൂടെ എനിക്ക് കുറെ സംഭവങ്ങൾ അതേപോലെ എനിക്ക് ആവണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ എല്ലാരോടും ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ പറ്റുന്ന തന്നെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത. കാരണം എത്രക്കും ഒരാളെ മുന്നിൽ എനിക്ക് സംസാരിച്ചാല് പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നും ഞാൻ അവിടെ അവരോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ലേ, അങ്ങനത്തെ ഒരു ആത്മവിശ്വാസം കുറവുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പിന്നെ ആരോ എന്തായാലും പറഞ്ഞുള്ള സങ്കടം ഇപ്പൊ അങ്ങനത്തെ സങ്കടമായിട്ട് ഒരു തോന്നാറില്ല എനിക്ക്. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്.
മാഡം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിനകത്തില്ലേ മാഡം പറഞ്ഞില്ലായിരുന്നോ ഇത് ഹസ്ബൻഡായിട്ടുള്ളൊരു പ്രശ്നം മാറിയെന്ന് പറഞ്ഞില്ലേ? അത് മാഡം പങ്കെടുത്തത് ലൈഫ് മാസ്റ്ററിയിലാണോ അതോ അല്ലാതെ മീറ്റപ്പിന് കഴിഞ്ഞ ശേഷം അതിനു ശേഷമാണോ? അത് EFT റിലേഷൻഷിപ്പിന്റെ പിന്നെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതിലായിരുന്നു ആ പങ്കെടുത്തത്. ഓക്കെ ഓക്കെ ഓക്കെ. EFT റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത്. മാം അതിൽ നിന്ന് പഠിച്ച പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്താ? അവിടെ വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പഠിച്ച ഒരു പോയിന്റ് എന്താ? ഒന്ന്, മാം പറഞ്ഞു എൻ്റെ അടുത്താണ് പ്രശ്നം എന്നുള്ളത്. ഓക്കെ, അതല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണലി അവിടെ നിന്ന് കിട്ടിയ പോയിന്റ്സുകൾ ഉണ്ടോ? അതെനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ്സ് ആണ്. നമ്മളെ ചിന്തകളാണ് നമ്മളെ പിന്നെ റിയാലിറ്റി എന്ന് പറയും. നമ്മൾ ചിന്തിക്കണം എന്താണ്, അവിടേക്ക് നമുക്ക് എത്താൻ പറ്റും. നല്ലത് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ആത്മവിശ്വാസം ഉണ്ടാവുക. പിന്നെ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾക്ക് അവിടേക്ക് എത്താൻ പറ്റും. പ്രാർത്ഥന, ആത്മവിശ്വാസം അത് കൂടെ ഉണ്ടെങ്കിൽ മുന്നിൽ എന്തും നമ്മൾക്ക് മുന്നിൽ എത്താൻ പറ്റും. കാരണം എന്റെ ജീവിതം അത്രയും ഭ്രാന്താവസ്ഥയാണ്. അത്രയും നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ര തോന്നൂല. എന്റെ അത്ര മുന്നിൽ ഞാൻ അങ്ങോട്ട് കയറി വന്നത്. ഇത്ര ഒരു ഭ്രാന്തന്മാരവസ്ഥ അത്രയൊക്കെ ആയിരുന്നു. വെറും ഭക്ഷണം, ഉറക്ക്, അത് മാത്രം, യൂട്യൂബ്, ജീവിതം അങ്ങനെ തള്ളി നിൽക്കുന്നത്. കാരണം അത് മാറിയെടുക്കാൻ പറ്റിയതുകൊണ്ടാ. പിന്നെയാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. നമ്മളെ ചിന്തയാണ് നമ്മളെ റിയാലിറ്റി എന്നുള്ള ഒരു സംഭവം. വെരി ഗുഡ് മാം, താങ്ക് യു സോ മച്ച്. ഇപ്പൊ പുതിയ ഭ്രാന്തുകളാണുള്ളത്, ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. എന്റെ ലൈഫ് മാറി, ഇനി എനിക്ക് ബാക്കിയുള്ളവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സാർ, അപ്പൊ ലൈഫ് മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് എപ്പോഴായിരിക്കും ഇനി അപ്പോൾ ഉള്ളത്? ലൈഫ് മാസ്റ്ററി ബന്ധപ്പെട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ് ഇപ്പൊ നടക്കുന്നുണ്ട്. ലൈഫ് മാസ്റ്ററിയുടെ കണക്റ്റഡ് ആയിക്കൊണ്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെയാണ്. ലൈഫ് മാസ്റ്ററിയുടേതാണോ ഫുൾ ഡേ ഇവന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഫുൾ ഡേ ഇവന്റ്. ഇപ്പൊ മാഡം പറഞ്ഞില്ലായിരുന്നോ ഒരു ഇതല്ലേ ലൈഫ് മാസ്റ്ററി അല്ലല്ലോ, റിലേഷൻഷിപ്പ് മാസ്റ്ററി അല്ലേ? റിലേഷൻഷിപ്പ്? അതെ, റിലേഷൻഷിപ്പ്. അതെ, റിലേഷൻഷിപ്പ് മാസ്റ്ററി ഇനി അടുത്ത മാസങ്ങളിൽ വരും, ഒരു 2 months ടൈമിനുള്ളിൽ വരും കേട്ടോ. അതേലും വരും. അത് നമ്മള് ഒരു വർഷത്തിലാകെ 3 അല്ലെങ്കിൽ 3 ചെയ്യുന്നുള്ളൂ നമ്മളത്. അപ്പോ 2 monthsന് ശേഷം അത് വരും. പിന്നെ നമ്മുടെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഇപ്പോൾ നമ്മളുടെ നടത്തുന്ന മീറ്റപ്പ് എന്താ വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി കോഴ്സ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും എനർജി ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്ന് കണക്റ്റഡ് ആയിക്കൊണ്ട് പഠിക്കാനും ചേഞ്ച് ചെയ്യാനും. കാരണം നമ്മളെല്ലാവരും വരണം പ്രോഗ്രാമിൽ. അതൊരു ഹ്യൂജ് ഹിറ്റ് ആക്കണം. നിങ്ങൾക്ക് അറിയാം, ആ പ്രോഗ്രാം സാമ്പത്തികമായിട്ട് ഒരു വലിയ ലാഭ ഉദ്ദേശം നടത്തുന്നതല്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കണക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. സോ ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫ് വലിയ രീതിയിലേക്ക് ചേഞ്ച് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഹഫ്സ മാമിന്റെ ലൈഫ് ചേഞ്ച് ചെയ്തത് ഫസ്റ്റ് സ്റ്റേജ് നടന്നത് അവിടെ നിന്നാണ്. സോ ഫസ്റ്റ് ഹീലിംഗ് സെഷനിലാണ്. അപ്പൊ 1599 രൂപയേ ഉള്ളൂ. വരിക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക. കാരണം അവിടെയുള്ള ഹോട്ടൽ എക്സ്പെൻസസ്, സംഗതികൾ, കാര്യങ്ങൾ, ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കാം. നമ്മൾ വരുന്നു, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ഒരു പുതിയൊരു ഹിസ്റ്ററി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പുതുതായിട്ട് തുടക്കം. അതിന് വേണ്ട എനർജി, അതും തന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ക്ലാസ്സിലും പോയിന്റുകളിലും ഇതിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. കാരണം ഞാൻ എൻ്റെ മെന്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ തന്നെ വലിയ വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. തോട്ട് പ്രോസസ്സിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളിലേക്ക് പകർന്നു തരണം ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇതുവരെ പഠിച്ചിട്ടുള്ള പല ആൾക്കാരും എന്ന് വെച്ചാൽ, നിങ്ങൾ വരിക, ഒരു മാജിക്കിന്റെ ഒരു ലോകം നമുക്കവിടെ കാണാൻ പറ്റും. ലോജിക് അല്ല, മാജിക് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. സോ ഒറ്റ ദിവസത്തെ പ്രോഗ്രാമാണ്. അക്കോമഡേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തലേദിവസം വരുന്ന ആൾക്കാർക്ക് അത് ഹോട്ടലിൽ നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, അവിടെ ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്യാം. എല്ലാവർക്കും ഇത് ഓപ്പൺ ആണ്. നമ്മുടെ കോഴ്സിൽ ചെയ്ത ആൾക്കാർ മാത്രമല്ല, ചെയ്യാത്ത ആൾക്കാർക്കും വരാം. കാരണം അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കോഴ്സിനെ കുറിച്ചും സംഗതികളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്താം. നേരിട്ടാകുമ്പോൾ നിങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓൺലൈനിൽ പല ആൾക്കാരും അടിച്ചു നിൽക്കുന്നുണ്ടാവും. നേരിട്ട് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൊണ്ടുവന്നാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇപ്പോൾ പറഞ്ഞില്ലേ, സമയം അവിടെ വന്നു, മോളൊക്കെ പറഞ്ഞു പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ വന്നിട്ടും ഡൗട്ടിൽ നിന്നിരുന്ന ആളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അറിയാതെ അങ്ങോട്ട് ലയിച്ചു പോയി, അറിയാതെ അങ്ങോട്ട് കണക്റ്റഡ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അത് അറിയാതെ അങ്ങ് ലയിച്ചു പോകും, ലയിപ്പിക്കും. അങ്ങനെ ലയിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഉള്ളിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ ഏത് മാറാതെ നിൽക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആൾ മാറിക്കോളും. തീർച്ചയായിട്ടും മീറ്റപ്പിന് എന്തായാലും നിങ്ങൾ വരിക. വലിയൊരു ചേഞ്ച് ആയിട്ട്. എന്നാണ് പ്രോഗ്രാം?
6-ാം തീയതി, ഏപ്രിൽ മാസം 6-ാം തീയതി. ഓക്കെ, പെരുന്നാൾ കഴിഞ്ഞ് 5 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ലൈക്ക് 6-ാം തീയതിയാണ് നടക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ ജമീല. സെക്കൻഡ്. ഏത് ഭാഷകാരും വരാൻ പറ്റുമോ? ഏത് ഭാഷ പഠിച്ചവരും വരാൻ പറ്റുമോ? ഏത് ഭാഷ പഠിച്ചവരും വരാൻ പറ്റും. മലയാളം അറിയോ അവർക്ക്? ഓ, മലയാളം അറിയും, കുഴപ്പമില്ല. പിന്നെന്താ പ്രശ്നം? എഴുതാൻ അറിയില്ല, സംസാരിക്കും, മലയാളം വായിക്കും. മലയാളം വായിക്കുന്നോ? മനസ്സിലായില്ല. വായിക്കും, സംസാരിക്കും. കേൾക്കുന്നവർക്ക് മനസ്സിലായാൽ മതി. കേൾക്കുന്നവർക്ക് മനസ്സിലായ പോരെ? ഓക്കെ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ജമീല വന്നോളൂ, ഒരു കുഴപ്പമില്ല. നോ ഇഷ്യൂ. കം ഓക്കെ ടു ദ പ്രോഗ്രാം. നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുമല്ലോ, അത് മതി. പിന്നെ ഓക്കെ. പറഞ്ഞു എഴുതും ചെയ്യും, വായിക്കുന്നും. പിന്നെന്താ ഇതിൽ കൂടുതൽ ഇപ്പൊ എന്താ ഭാഷ? വേറെ ഒന്നും നോക്കല്ലേ വരിക കേട്ടോ. ഇനി ഇത് തമിഴാണ് പഠിച്ചത്, തമിഴാണ്, എഴുതുന്നതും തമിഴാണ്. ദാറ്റ്സ് പക്ഷെ ഓക്കെ മാം. വായിക്കും, സംസാരിക്കും ഒക്കെ ചെയ്യും. That's enough. കണ്ടാല് എഴുതി എടുക്കും, മലയാളത്തിൽ തന്നെ എഴുതി എടുക്കും. നോ പ്രോബ്ലം മാം. നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് കേൾക്കുമല്ലോ, അത് മതി. കേട്ടാ മതി. നിങ്ങളുടെ എഴുതുന്നതൊക്കെ നിങ്ങളുടെ ഭാഷയിലോ ഇനി ചൈനീസ് ഭാഷയിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നോ ഇഷ്യൂ. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ജീവിതത്തിൽ എല്ലാം കൊണ്ട് വിജയിച്ച് വരണം. എന്താന്ന് വെച്ചാൽ എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണോ എന്താന്ന് അറിയില്ല. ഞാൻ എല്ലാരോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പോഴും ആ ദേഷ്യം ഉണ്ട്. എന്നാലും ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ഇപ്പൊ പങ്കെടുത്ത പിന്നെ ഞാൻ ദേഷ്യമൊക്കെ ഇങ്ങനെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ രാവിലത്തെ കോഴ്സിൽ ഞാൻ എങ്ങനെ ഞാൻ കിടന്നുറങ്ങിയാലും ഉറക്കം അന്നേരം തെളിഞ്ഞു വരികയും ചെയ്യും, ഞാൻ പഠിക്കുകയും ചെയ്യും. ഞാൻ 3:30-ക്ക് എണീക്കുന്ന ആളാണ്. ചിലപ്പോൾ നിസ്കരിച്ചിട്ടൊക്കെ കുറച്ചു നേരം കിടക്കും. ഇപ്പൊ നോമ്പായത് കാരണം കൊണ്ട് എനിക്ക് Yeah. എന്റെ മക്കളോട് നല്ല രീതിക്ക് സ്നേഹിച്ച് നിൽക്കണം. എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം മാറ്റിയെടുക്കണം. എനിക്ക് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് മാറ്റിയെടുക്കണം. എന്റെ ചുറ്റുപാട് ഫുള്ളും പ്രശ്നത്തിലാണ്. അതിലും നിന്നുകാണ്ടാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പം അതൊക്കെ ഞാൻ മാറ്റിയെടുത്ത് നല്ല ഒരു സ്ത്രീയായിട്ട് പിന്നെ സമൂഹത്തിനും കുടുംബത്തിനും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഒരു ആളായിട്ട് ഞാൻ വരണം. അതുപോലെ ഫിനാൻഷ്യൽ പ്രോബ്ലം മാറ്റണം. അത് എന്താ ബ്ലോക്കായി കിടക്കാന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒന്നും ശരിയായി വരുന്നില്ല. മാം, എല്ലാം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കിന്റെ ഒക്കെ കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്. എന്താന്ന് വെച്ചാൽ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അത് എപ്പോഴും എനിക്ക് ഇങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് അടിച്ച് തന്നെ വരും. അവർ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, അവരോട് പിന്നെ മിണ്ടുകയില്ല, ദേഷ്യപ്പെടുകയില്ല, മിണ്ടുകയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പൊ അത് ഇപ്പൊ ഞാൻ മാറ്റി മേഡത്തിന്റെ പിന്നെ വർത്താനം ഇപ്പൊ കേട്ടപ്പോ എനിക്ക് നല്ല മനസ്സിൽ ഭയങ്കര ഒരു കുറ്റബോധം ഉണ്ട്. എന്താന്ന് വെച്ചാല് ഞാൻ എന്തിനാണ് ഇങ്ങനെ എല്ലാരുമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്, വിഷമിച്ച് നിൽക്കുന്നത്, മുണ്ടാതെ നിൽക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു വിഷമം ഇപ്പൊ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കണം എനിക്ക്. തീർച്ചയായിട്ടും മാം, നിങ്ങൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അല്ല, അത് വിഷയമുള്ള കാര്യമല്ല സാർ. നമ്മുടെ സജ്ന മാഡത്തിനാണ് എഴുതാൻ അറിയാം, പക്ഷെ വായിക്കാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ. പുള്ളിക്കാരി പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ മലയാളിയാണ്, മലയാളിക്ക് ജനിച്ചതാണ്. ഞാൻ എത്തിപ്പെട്ടത് തമിഴ്നാട്ടിൽ പഠിക്കാൻ എത്തിപ്പെട്ടു. അന്നത്തെ ആ ഒരു സിറ്റുവേഷന് അതെ അതെ, വീണ്ടും എല്ലാം നല്ലതിനാണ്. നിങ്ങൾക്ക് കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് അറിയാത്തൊരു ഭാഷ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയാത്തൊരു കൾച്ചർ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമുക്കറിയുന്നതും അറിയാം, നിങ്ങൾക്ക് 2 ഉണ്ട്, ഞങ്ങൾക്ക് ആകെ 1. നമുക്കറിയുന്നതും അറിയാം, ഹിന്ദി അറിയാം, അറിയുന്ന ഭാഷയും അറിയാം. അതെ അതെ. ഹിന്ദി, തെലുങ്ക്. ക്ലാസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത്. കോഴിക്കോടാണ് പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ. കോഴിക്കോട് ഫീസ് 1599 രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ വരിക, നിങ്ങളുടെ കൂട്ടുകാർ വരിക, നിങ്ങളുടെ ബന്ധുക്കളെ കൂട്ടി വരിക, പരമാവധി ആൾക്കാർ വരിക. അതിനുള്ള ടിക്കറ്റ്സ് അവൈലബിൾ, കുറച്ച് സീറ്റ്സേ ഉള്ളൂ. എത്ര പേര് വരും? ആരൊക്കെ വരും? ഒന്ന് കമന്റ് ചെയ്തേ. Who will be coming there? സാറേ ശൈലിയാണ്. തൃശ്ശൂരോ എറണാകുളത്തോ ഉണ്ടാവോ സാറേ ക്ലാസ്? ശൈല മാം, തൃശ്ശൂർ എറണാകുളത്ത് ഞങ്ങളിപ്പോ വെക്കുന്നില്ല. ഓക്കെ മാം, അതിനെ കുറിച്ച് വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ ആ മൈൻഡ് സെറ്റ് ഒക്കെ കളയും. ആ കളയേണ്ട കാലം കഴിഞ്ഞു. മാം നേരെ വണ്ടി കയറുക, പ്രോഗ്രാമിന് വരിക, പോവാ കേട്ടോ. സാർ, അതാണ് പ്രശ്നം. കംഫർട്ട് സോൺ ഭേദിക്കാനുള്ള മടി. ഭയങ്കര ആഗ്രഹം ഉണ്ട് വരണമെന്ന്. ഒരുപാട് റിസൾട്ട് ആളാ സാറേ.
സാറേ അല്ല, ഞാൻ കംഫർട്ട് സോൺ ഭേദിക്കാനുള്ള വഴി എന്ന് പറഞ്ഞ ആള് ഒരുപാട് ചോദിച്ചിട്ടില്ല. അക്കോമഡേഷൻ ഉണ്ടോ അവിടെ തൃശ്ശൂരിന്ന് എങ്ങനെ? കോഴിക്കോട് വരെ വരുന്നതിന്? എന്താണ്? അല്ല, ഷൈല മാം 1 മിനിറ്റ് ഷൈല മാം സാറേ ഞാൻ ഇടയിൽ പറഞ്ഞു. ഓക്കെ, എന്തോ പറഞ്ഞു, എന്താണ്? EFT വഴി ഇപ്പൊ മാഡം പറഞ്ഞില്ലേ, അഫ്സാമ പറഞ്ഞേക്കായാലും ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കി വെച്ച പേഴ്സണലി ഒക്കെ ഫൈനാൻഷ്യലി ഒക്കെ. എനിക്ക് കുഴപ്പമില്ല കോഴിക്കോട് വരാം. സാറ് ഇടയ്ക്കങ്ങ ഇവിടെ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വെക്കാം. നിങ്ങൾ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വിഷ്വൽ ചെയ്തോ. ഞാൻ തൃശ്ശൂർ പ്രോഗ്രാം വെക്കുന്നു, കൊച്ചി പ്രോഗ്രാം വെക്കുന്നത്, അപ്പൊ അത് നടക്കും. അതെ 200-300 ആളുകൾ പങ്കെടുക്കുന്നത് ഞാൻ വിഷ്വൽ ചെയ്യാം. തീർച്ചയായിട്ടും മാം, തീർച്ചയായിട്ടും മാം. ഒരു ദിവസം നമ്മൾ എന്തായാലും ചെയ്യും കേട്ടോ. തീർച്ചയായും തൃശ്ശൂർ വെക്കുകയാണെങ്കിൽ സാർ ഞാൻ അതെ എല്ലാ ആളുകളെയും കൂട്ടി വരാം. തീർച്ചയായിട്ടും സജന മാം വരൂ. നേരത്തെ പറഞ്ഞ ജെബിൻ പറഞ്ഞ പോലെ സജ്ന മേഡം പറഞ്ഞെന്തോ മനസ്സിലായില്ല സാറേ. സജ്ന മേഡം പറഞ്ഞത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, അക്കോമഡേഷൻ ഉണ്ടോന്ന്. അക്കോമഡേഷൻ ഉണ്ടാവുന്നല്ലേ? കംഫർട്ട് സോൺ. തൃശ്ശൂരിന്ന് കോഴിക്കോട് വരാൻ 2.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. എന്നിട്ടാണ് ചോദിക്കുന്നത് അക്കോമഡേഷൻ ഉണ്ടോന്നല്ലേ? അതെ. അത് മാം ചോദിച്ചത് ഞാൻ എറണാകുളം എവിടെയാണ് ഈ ഹോട്ടല് സാർ? ഹോട്ടല് വരുന്നത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഐ തിങ്ക് ബ്രിട്ടീഷ് ബ്ലിഷറിലല്ലേ നമ്മുടെ പ്രോഗ്രാം? ആരാധന ഷോപ്പിന്റെ ഓപ്പോസിറ്റില്ല പുഷ്പയിലാണ് അല്ലേ? ഓക്കെ ഇൻഷാ അല്ലാ. ഫ്രാൻസിസ് റോഡ് ജംഗ്ഷനിലായിട്ട് വുഡീസിലാണ് പ്രോഗ്രാം ഇട്ടാ. വുഡീസ്, വുഡീസ് ബ്ലിഷർ എന്ന് പറയും. കിങ്ഫോർട്ടിന്റെ ഓപ്പോസിറ്റിലാണ്. കിങ്ഫോർട്ട് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റിലാണ്. ഓക്കെ. സോ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും എന്ത് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരണം. നമുക്ക് അന്ന് അടിച്ചു പൊളിക്കാം, പുതിയൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാം. പഴയ കണക്ഷനൊക്കെ വിട്ടുപോയി നിൽക്കുന്നവരുണ്ടാവും. EFTയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ ചില കണക്ഷനൊക്കെ വിട്ടുപോയി നിൽക്കുന്നുണ്ടാവും. അങ്ങ് വരിക, അടിച്ചു പൊളിക്കുക. ആ കണക്ഷനിലേക്ക് വലിയൊരു കോൺട്രിബ്യൂട്ടർ ആണ് ഇന്നത്തെ മെസ്സേജ്. അഫ്സ മാം, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എങ്ങനെ പറഞ്ഞോളൂ. എറണാകുളത്തും കോഴിക്കോടും ഒക്കെ ഇങ്ങനെ എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ ക്ലാസ് വെക്കുന്നതിനെ പറ്റി എല്ലാവരും ടാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നോ സാറേ? അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ കോഴിക്കോട് ഭാഗത്തുള്ള മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാർ അവിടെ തന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ടാപ്പ് ചെയ്യരുത്. അപ്പൊ അവിടോട്ടായിരിക്കും കൂടുതൽ വരുന്നത്. അത് ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ. ഇപ്പൊ എല്ലാരും ഇവിടെ തന്നെയാണ്. കൂടുതൽ ആൾക്കാർ ഇപ്പൊ നിലവിൽ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും കൊച്ചിയിലും വെക്കാം. ഇനി കൊച്ചിയിൽ വെക്കണം എന്തിനെന്നറിയോ? ഇവിടെ മലപ്പുറത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ കൊച്ചിയിലേക്കൊക്കെ പോകാനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നു. അപ്പൊ നമ്മൾ പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞിട്ടൊന്ന് പോകാം. അവിടെ തന്നെ വെച്ചാൽ അവിടെ എറണാകുളത്ത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടണേ. തീർച്ചയായിട്ടും നല്ല മോട്ടിവേഷൻ ആണല്ലോ ശൈല മാം. അപ്പൊ അടിപൊളി. എന്തായാലും കോഴിക്കോട് തന്നെ വെച്ചാൽ കോഴിക്കോടുള്ളവര് മാത്രല്ലേ അറിയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ശൈല മാം തിരുവനന്തപുരത്ത് ആൾക്കാരൊക്കെ എത്താറുണ്ട്. കോഴിക്കോട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആൾക്കാർ എത്താറുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ മധ്യഭാഗത്ത്, അതായത് തൃശ്ശൂർ വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും എത്തും. തൃശ്ശൂര് വെച്ചാൽ കേരളത്തിന്റെ മധ്യഭാഗം കോട്ടയമാണ്. കേരളത്തിന്റെ മധ്യഭാഗം ഓടിക്കുകയാണ്. മധ്യ കേരളം എന്നറിയപ്പെടുന്നത് ശരിക്കും കോട്ടയമാണ്. ഈ സജന മേഡം പറയുന്നത് സജന മേഡത്തിന്റെ അവിടെ തൃശ്ശൂർ ഭാഗം മധ്യമാണ് പറയുന്നത്. അതല്ല, മധ്യ കേരളം കോട്ടയമാണ് ശരിക്കും. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും വളരെയധികം സന്തോഷം. ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അഫ്സ മാമിന്റെ സ്റ്റോറി? നിങ്ങൾ 1-2 പേര് ഫീഡ്ബാക്ക് കൊടുക്കുക. മാമിനെ ജസ്റ്റ് ഫീഡ്ബാക്ക് ഒന്ന് പറയാം. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? കാരണം സൂപ്പർ. മാഡത്തിന്റെ ഓരോ വാക്കുകളും നമുക്ക് ജീവിതത്തിൽ പകർത്തിയെടുക്കാനുള്ള ഒരു വാക്കുകളാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മൾ അറിയാതെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മാറ്റിയെടുക്കാൻ ഈ ഒരു മാഡത്തിന്റെ ക്ലാസ് അടിപൊളി ക്ലാസ് ആണ്. താങ്ക് യു. മറ്റുള്ളവർക്ക് എന്താ പറയാനുള്ളത്? കമന്റിൽ സെക്ഷൻ നിങ്ങൾ കമന്റിൽ പറയാം. അതേപോലെ പറഞ്ഞോളൂ. വളരെ അതായത് സാറ് ഫസ്റ്റ് ടൈം എറണാകുളത്ത് വെച്ച് വയ്ക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പോലും ഞാൻ വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മാമിന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് ഒന്ന് കൂടണം എന്നുള്ള വലിയൊരാഗ്രഹം. അതാണ് ഞാൻ ചോദിച്ചത്. സാർ എന്നെ ഫസ്റ്റ് ടൈം വിളിച്ചത് എറണാകുളത്താണ് സാറ് ഫസ്റ്റ് വെച്ചത്. ആ സമയത്ത് സൺഡേ ആയിരുന്നു. ഞാൻ പങ്കെടുത്തില്ല അതിൽ. എന്താ സാറേ കാലിക്കറ്റ് എന്താ വരാത്തെ? കാലിക്കറ്റ് എനിക്ക് കുഴപ്പമില്ല. ഞാൻ അവിടെ ട്രെയിനിങ്ങിന് വന്നോണ്ടിരിക്കുക. ഞാൻ LIC അഡ്വൈസർ ആണല്ലോ. മാനാഞ്ചേരി ഒക്കെ വരാറുണ്ട്. മിക്കപ്പോഴും വരാറില്ല. എനിക്ക് ഇതില്ല.
പിന്നെ ഒറ്റയ്ക്ക് വരണം. അപ്പൊ അതിനുള്ള ഒരു ഇതുകൊണ്ട് ചോദിച്ചു മാത്രമേ ഉള്ളൂ. 5.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന്. അതെ ഒറ്റയ്ക്കൊന്നും വരണ്ട. എറണാകുളം ബസ് ഒരുപാട് സ്റ്റാൻഡിന്റെ പേര് നമ്മുടെ പുതുമകനാണ്. പ്രോഗ്രാമിന് വരുന്നുണ്ടാകും. നിങ്ങൾ ഗ്രൂപ്പിൽ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആരും ഒറ്റയ്ക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീം മെമ്പേഴ്സിനെ ബന്ധപ്പെട്ടാൽ മതി. ആരൊക്കെയാണ് കൊച്ചി ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സജന മാം പറഞ്ഞില്ലേ, സജന മാം തൃശ്ശൂരാണ്, നിങ്ങൾ തൃശ്ശൂരാണ്. നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുക, രണ്ടുപേരും ഒരുമിച്ച് വരിക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3-4 പേർക്ക് ഒരുമിച്ച് വരാം. നിങ്ങൾ അങ്ങനെ വരൂ, സുഹൃത്തുക്കളെ ഉണ്ടാക്കും, പുതിയ കണക്ഷൻസ് ഉണ്ടാക്കും. എന്നിട്ട് അങ്ങനെ ഒരുമിച്ച് ഒറ്റയ്ക്കാന്നുള്ള ഫീലിംഗേ വേണ്ട. പിന്നെ ഞാൻ എറണാകുളമാണ് മാം. എറണാകുളമാണ് ആയിഷ മാം, എറണാകുളമാണ്. സോ നിങ്ങൾ അപ്പൊ ആയിഷ മാം ആരൊക്കെ വരുന്നുണ്ട് ഒന്ന് കമന്റ് ചെയ്ത്, വരുന്നവരെന്ന് കമന്റ് ചെയ്തേ. എനിക്ക് ഹസ്ബൻഡിനെ കൂട്ടി വരുന്നുണ്ട് ഇൻഷാല്ലാ. തീർച്ചയായിട്ടും അഫ്സനും കൂടിയിട്ട് വരും. താങ്ക് യു. സാർ ജമില വരും, ഓ സജി- വെരി സജിത ഗുഡ്. വരും. എന്റെ കൂട്ടുകാരിയാണ് സജിത. സജിതയും വരും, നിങ്ങളും വരും, രണ്ടുപേരും അവർ വരും. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വരും. വേറെ ആരൊക്കെ വരിക? വെരി ഗുഡ്. ഒന്ന് കമന്റ് ചെയ്തോളൂ, നീ ഒന്ന് കമന്റ് ചെയ്യാം. ജബിൻ വരുന്നുണ്ടോ? എന്റെ ഫ്രണ്ട്സും ഉണ്ടാവും സാറാ. ജബിൻ വരുന്നുണ്ട്. അടിപൊളി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനും എന്റെ ഫ്രണ്ട്സും എറണാകുളം ഒരു ഉണ്ടാവും. പോയിന്റാണ്. ജബിൻ ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. ഓക്കെ, ഫെബ്ന ജാസ്മിൻ, ഓക്കെ, ഫെബ്ന മാം പറയുന്നു. ഓക്കെ, ജബിൻ വരണം. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കി നിൽക്കരുത്. സമീറ മാം പ്രോഗ്രാമിലേക്ക് വരിക എല്ലാരും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും താങ്ക് യു മാം. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നാളെ മീ ആൻഡ് മൈ വൈഫ്, ആരാണത്? സാലിം. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നമ്പേഴ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കമന്റിൽ ഇടാം. നമ്മുടെ അടുത്ത പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. എത്രയും പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്യണം, കുറഞ്ഞ സീറ്റേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ പരമാവധി ആൾക്കാർ വരിക, ഇവിടെ നിന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ് ഹിയർ ടുഡേ സെഷൻ. വെരി ഗുഡ്. യെസ്, വരണം, എല്ലാരും വരണം. നമുക്ക് എല്ലാരെയും കാണാം. തീർച്ചയായിട്ടും ഒരാളെയും കൂട്ടിയിട്ടാണ് വരിക അല്ലെ? ഓക്കെ, സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം. വെരി ഗുഡ്. പിന്നെ എന്റെ ഫ്രണ്ട്സും ഉണ്ടാവും കേട്ടോ. ഒത്തിരി വെരി ഗുഡ്. എന്തായാലും വരിക. അപ്പൊ നിങ്ങൾ എല്ലാവരും വരിക. നിങ്ങളുടെ നമ്പർ താഴെ കൊടുത്തോളൂ. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നമ്പർ താഴെ കൊടുക്കാം. എത്രയും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് സാർ? സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്പർ കൊടുത്തോളൂ താഴെ കേട്ടോ. ഇപ്പൊ എറണാകുളത്തുനിന്ന് ഞാനുണ്ട്, ജമീല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രാം നമ്പർ താഴെ കൊടുത്തോളൂ. നമ്പർ താഴെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, നിങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചാറ്റിൽ കൊടുത്താൽ മതി. ടീം മെമ്പേഴ്സ് വിളിച്ചിട്ട് എന്ത് ചെയ്യാം, സീറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. ജമീല മാം ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആളല്ലേ? ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഒരാൾക്കല്ലേ ഈ ഫീ പറഞ്ഞിട്ടുള്ളത്? 1599. 1599 ഒരാൾക്കാണ് കേട്ടോ, ഒരാൾക്കാണ്. ഓക്കെ, ഒരാൾക്കുള്ള കോസ്റ്റ് ആണ്, ഒരാൾക്കുള്ള. മേഡം പഞ്ചായത്തിലെ ആൾക്കാരെല്ലാം വിളിച്ചോണ്ട് വരാനിരുന്നു 1600. ഞാൻ പിള്ളേരെ കൂട്ടാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. അതെ, അത് നമുക്ക് പറ്റില്ല. ഹോട്ടൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരും കേട്ടോ. എല്ലാവരും ഹീൽ ചെയ്യട്ടെ. കാരണം നമ്മൾ ആക്ച്വലി പറഞ്ഞല്ലോ, വലിയ എമൗണ്ടിന് ചെയ്യുന്ന. എന്തായാലും നടക്കട്ടെ. രാജേഷ് വരുന്നുണ്ട്, ഫാന്റാസ്റ്റിക്. ഏതായാലും ശൈല മാം നമ്പർ താഴെ ഇടും കേട്ടോ. ശൈല മാം നമ്പർ താഴെ ഇട്ടോളൂ. ഓക്കെ, നിങ്ങളൊക്കെ നമ്പർ താഴെ ഇടുക. നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് വരിക. ലെറ്റ്സ് ഹീൽ യുവർ ട്രോമാസ്. നമുക്ക് എന്തെങ്കിലും ലൈഫ് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യം, ആ എനർജി അങ്ങ് തിരിച്ചു പിടിക്കാം. ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു ചേഞ്ചിലേക്ക് തുടക്കമാവട്ടെ. കൊണ്ട് നമുക്ക് കുറെ ട്രോമയുണ്ട്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ട്രോമ ഒരു ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ആവുന്നല്ലേ? ഒരു ദിവസം കൊണ്ട് ക്ലിയർ ആവില്ല. ഉള്ളത് പറയാം. 1 മിനിറ്റ് രാജേഷ് സാർ, ഉള്ളത് പറയാം. പക്ഷെ നമുക്ക് അവിടെ തുടങ്ങാം. ഇതൊരു ജേണിയാണ്. ഇപ്പൊ അഫ്സ മാം പറഞ്ഞില്ല, അഫ്സ മാമിന് ഇതെല്ലാം മാറി തുടങ്ങിയെല്ലാം ഈ ഒരു വലിയ, അതായത് ഓരോരോ ഇത് ഘട്ടം ഘട്ടമായിട്ടാ സോൾവ് ആവും കേട്ടോ. നമുക്ക് 1-2 പ്രോബ്ലംസ് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ, എല്ലാം പറഞ്ഞല്ലോ. പറയിടാവണ്ട കേട്ടോ. നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരും. വലിയ തുടക്കം. ഓക്കെ, വെരി ഗുഡ്. ബി വി മാം. ഓക്കെ, ജെബിൻ വർഗീസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്പർ താഴിട്ട് കഴിഞ്ഞാൽ ടീം മെമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും, നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു തുടക്കത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞങ്ങൾക്ക് നല്ല ട്രീറ്റ് ആയിട്ട് തന്നിട്ടുള്ള ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ അഫ്സ മാം, താങ്ക് യു സോ മച്ച്. സച്ച് ആൻ ഇൻസ്പയറിംഗ് സ്റ്റോറി, വല്ലാത്ത ഇൻസ്പിറേഷൻ. ഫീഡ്ബാക്ക് പറയുന്നതുകൊണ്ടാണ് എനിക്കൂടി ഇനി അങ്ങോട്ട് പിന്നെ ടോക്ക് ചെയ്യാൻ പറ്റല്ലോ എന്നുള്ളൊരു
എന്താ പറയാ ഒരു തുടക്കാണ്. ഇതെനിക്കൊരു തുടക്കമായി. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് കുട്ടികളെ, പ്രത്യേകിച്ച് ലഹരിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ ലഹരിയുടെ പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് നല്ല ഗൈഡൻസ് കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ മുന്നിട്ട് വരേണ്ടതുണ്ട്. നമ്മൾ പാരന്റ്സും നമ്മളെ പോലുള്ള ആൾക്കാരാണ് വരേണ്ടത്. ഈ ലോകം എൻ്റെ ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു, ഈ ലോകം എത്ര തകർന്നു പോകുന്നു, എത്ര വിഷമിച്ചു. ഇയാളിങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടത്. അതിൻ്റെ കൂടെ കമന്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു കമന്റ് ചെയ്തു, ഈ ലോകം ഇങ്ങനെയൊക്കെ നശിച്ചിരിക്കാം, അപ്പോഴല്ലേ നമ്മളെപ്പോലുള്ള സൂപ്പർ ഹീറോസ് വരേണ്ടത് ഈ ലോകത്തെ രക്ഷിക്കാൻ. മാം, യു ആർ എ സൂപ്പർ ഹീറോ ആൻഡ് യു ആർ ഗോയിങ് ടു ചേഞ്ച് ലോട്ട് ഓഫ് പീപ്പിൾസ് ലൈഫ്സ്. ഒരുപാട് അങ്ങനെ ഒരു സൂപ്പർ ഹീറോനെ സൃഷ്ടിക്കാൻ നമ്മുടെ പ്രോഗ്രാമിന് കഴിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടികളെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ദാറ്റ്സ് എ സൂപ്പർ ഹീറോ വർക്ക്. സോ സൂപ്പർ ഹീറോയിൻ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ്. ഇനി ഒരുപാട് സൂപ്പർ ഹീറോസിനെ നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, ഒരുപാട് പേരെ ചേഞ്ച് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന, നല്ല സ്വപ്നങ്ങളുള്ള, നല്ല ആഗ്രഹങ്ങളുള്ള ഒരുപാട് ആൾക്കാർ. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന് ഒരുപാട് ഉദ്ദേശമുണ്ട്. ഇത് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് ഉദ്ദേശമുണ്ട്. ഇന്ന് സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഓരോരുത്തരും മുന്നോട്ട് വരുമ്പോൾ, അവരുടെ കഴിവുകൾ പുറത്തെടുത്ത് മുന്നോട്ട് വരുമ്പോൾ, അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ വിജയം. ഒന്ന്, നമ്മളുണ്ടായിരുന്നത്, നമ്മുടെ പർപ്പസ് ഉണ്ടായിരുന്നത് എൻഡ് ഹ്യൂമൻ സഫറിംഗ് എന്നാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ അവസാനിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഇനി അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് അവർക്ക് നല്ല ദിശാബോധം നൽകി അവരെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ള, നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, പീസ്ഫുൾ ആയിട്ട്, ഹാപ്പി ആയിട്ട്, ജോയ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുക. സോ തീർച്ചയായിട്ടും സജന മാം പറയുന്നു, യെസ്, EFT അത്രയ്ക്കും നെസറി ആയ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. താങ്ക് യു സോ മച്ച് ഷമീറ മാം, എവ്രി വൺ. താങ്ക് യു സോ മച്ച് ഫോർ നൈസ് വേർഡ്സ്. ജമീല മാം എന്തോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പറഞ്ഞോളൂ. എറണാകുളത്ത് വരുന്നു പറഞ്ഞ, അല്ല എറണാകുളത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞത് സാർ. അതെ അതെ, താങ്ക് യു. വേറെ ജമീല മാം ഇവിടെ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്, പറഞ്ഞോളൂ മാം. ആപ്സനെ ഒന്നുകൂടി കിട്ടണ്ടേനി സ്വന്തം. തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ മീറ്റപ്പിൽ വരൂ കേട്ടോ. അഫ്സ മാം മീറ്റപ്പിൽ വരൂലേ? തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാളും മീറ്റപ്പിൽ വരും. മീറ്റപ്പിൽ വന്നിട്ട് പിടിച്ചോളൂ കേട്ടോ, കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ കണക്ട് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് പരസ്പരം എന്ത് വിഷയത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹീലിംഗ് തുടർന്നുകൊണ്ട് എല്ലാവരും കണക്ട് ചെയ്യാ. എനിക്ക് പറ്റുന്നത് ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തന്നെ വേണ്ടിട്ട്. തീർച്ചയായിട്ടും അടുത്ത മാസം മുതൽ പുതിയൊരു സംഗതി കാലിക്കറ്റ് ആരംഭിക്കാൻ പോവാണ്. ഒരു ഹീലിംഗ് ക്ലബ് അവിടെ രൂപീകരിക്കാൻ പോവാണ്. ഹീലിംഗ് ചാപ്റ്റർ, ഒരു ഹീലിംഗ് ക്ലബ്. അപ്പം ഇടയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ വരാം. അങ്ങനെ ഹീലിംഗിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അത് ഞങ്ങളുടെ അടുത്തൊരു പ്രോജക്റ്റ് ആണ്. അത് നിങ്ങൾ വരണം. ആഴ്ചയിൽ ഒത്തുകൂടണം എന്നൊക്കെയാണ് പ്ലാന്. അത് അറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക വൺസ്, ഒരു മാസം 2 തവണയെങ്കിലും ഒത്തുകൂടുന്ന രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അത് ആഴ്ചയിലേക്ക് ആക്കാൻ പറ്റുകയാണെങ്കിൽ പറ്റും. അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരുപാട്, അത് അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആൾക്കാർ ഒത്തുകൂടെ ഹീൽ ചെയ്യും. ഈ ഹീലിംഗിന്റെ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പൊ അത് ഇങ്ങനെ ഒരു കോഴ്സ് രൂപത്തിലായിരിക്കില്ല, മറിച്ച് ഹീൽ ചെയ്യുക, വരിക, ഹീൽ ചെയ്യുക, വരിക, ഹീൽ ചെയ്യുക, പോവുക. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കാലിക്കറ്റിലേക്ക് എൻ്റെ താമസം മാറ്റുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം തീർച്ചയായിട്ടും. അതൊരു വലിയൊരു ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങളൊക്കെ വരണം. ഇടയ്ക്ക് ആഴ്ചയിൽ എന്ത് ചെയ്യുക, ഒരു ദിവസം അവിടേക്ക് വരാം, നമുക്ക് ഒരുമിച്ചിരിക്കാം, ഹീൽ ചെയ്യാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. അതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ചാപ്റ്റർ കുറേ ആളായിട്ട് എൻ്റെ ആഗ്രഹമാണ്. സോ വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം കേട്ടോ. അതൊരു 2 hour സെഷനായിട്ട് ഇങ്ങനെ 2 മണിക്കൂറിൻ്റെ ഒരു ഒത്തുകൂടൽ, ഒരു ഈവനിങ്ങിൽ നമ്മൾ ഒത്തുകൂടൽ. അത് കാലിക്കറ്റ് ബീച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നല്ലൊരു സ്ഥലം നമ്മൾ അതിന് കണ്ടെത്തുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും സ്ഥലം എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഹീലിംഗ് ചെയ്യും. അപ്പൊ അത് നമുക്കൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് എന്നുള്ളതല്ല, ഒരു ഹീലർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കും ഞങ്ങളെ ഹീൽ ചെയ്യാനും, നിങ്ങളെ മനസ്സിലാക്കാനും, നിങ്ങൾക്ക് ഒരുപാട് ഹീൽ ചെയ്യാനും, ഹീൽ ചെയ്തവർക്ക് വീണ്ടും എനർജി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടാനുള്ള ഒരു കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റികൾ നമ്മൾ ആദ്യം കാലിക്കറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ എത്ര കണ്ട് പൈലറ്റ് പ്രൊജക്ട് എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് എത്ര കണ്ട് അതിന് വേണ്ട ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് സെറ്റാക്കിയതിനു ശേഷം, നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കിയതിനു ശേഷം മറ്റുള്ള സിറ്റികളിലേക്കും നമ്മളത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. വി വാണ്ട് ടു ക്രിയേറ്റ് എ ഹീൽഡ് സൊസൈറ്റി. ഒരു ഹീൽഡ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യണം. എന്തുകൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാരണമാണ്. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ച 3 വർഷത്തെ ഒരു ട്രോമയുണ്ട്. ആ ട്രോമ ഞാൻ അനുഭവിച്ചത് എനിക്കറിയാം. അതിന് മുൻപും ഞാൻ അനുഭവിച്ചിട്ടുള്ള ട്രോമയുണ്ട്. ചെറുപ്പകാലങ്ങളിൽ എനിക്കൊരു 6-7 കൊല്ലം ഞാൻ അനുഭവിച്ച ട്രോമയുണ്ട്. ആ ട്രോമ എന്ന് പറയുന്നത് ആരുടെയും കുറ്റമല്ല. അന്നത്തെ
വിദ്യാഭ്യാസമില്ലാത്ത, അറിവില്ലാത്ത ലോകത്തിന്റെ കുറ്റമായിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള എൻ്റെ പെയിനാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫയർ തന്നത്. എന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് കാലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ അനുഭവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ് നമ്മൾ എന്തെങ്കിലും സമൂഹത്തിലെ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കണം. സോ ഇതൊരു ജസ്റ്റ് ഒരു വരുമാന മാർഗമോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഉദ്യമമാണ്. നമുക്ക് ഹീൽ ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. മലയാളക്കര ഹീൽ ചെയ്യപ്പെട്ടതായിട്ട് സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യണം. ഒരുപാട് പേർക്ക് നല്ല കഴിവുകളുണ്ട്, മലയാളികൾ നല്ല കഴിവുകളുള്ളവരാണ്. പക്ഷെ ഉള്ളിലുള്ള കുശുമ്പും ഇൻസെക്യൂരിറ്റി, മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇൻസെക്യൂരിറ്റിയാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ഇൻസെക്യൂരിറ്റി. അതിന്റെ പേരിൽ എന്താ വെച്ചാൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതിന്റെ പേരിൽ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ പോകുന്നു, ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയാതെ പോകുന്നു. മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ്. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയും, സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. ബിക്കോസ് ദേ ആർ സോ ഇൻസെക്യൂർ. ബിക്കോസ് മലയാളിയുടെ കൾച്ചർ പ്രകാരം മലയാളികൾ നന്നായിട്ട് ട്രോളുന്നവരാണ്, പരിഹസിക്കുന്നവരാണ്, ചെറുപ്പം മുതലേ പരിഹസിക്കുന്നവരാണ്. അങ്ങനെ കുട്ടികൾ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, ടോക്സിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വളർന്നിട്ടുള്ളവരാണ്. പക്ഷെ മലയാളികൾ നല്ല വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. അതുകൊണ്ടാണ് മലയാളികൾ നല്ല ബുദ്ധിമാന്മാരാവുന്നത്. പക്ഷെ പ്രോബ്ലം എന്താണ്? ഒരുപാട് ട്രോമ കിട്ടിയിട്ടുള്ള, നല്ല അറിവും കഴിവും പഠനവും കിട്ടിയിട്ടുള്ള, നല്ല സാഹചര്യങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഹീലിംഗ് കൂടി ചെയ്തു കഴിഞ്ഞാൽ മലയാളികൾ വേറെ ലെവലിൽ പോകും. അവർ ആൾക്കാരെ ജഡ്ജ് ചെയ്യില്ല. ഇപ്പോഴും മലയാളികൾക്ക് ഞാൻ മലയാളിയുടെ എന്ന ഒരു ഇൻഫീരിയോറിറ്റിയോ അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റിയോ കോംപ്ലക്സ് കാണാം. അതായത് നമ്മുടെ ഉള്ളിലുള്ള അപകർഷതാബോധമാണ് മറ്റുള്ള സംസ്ഥാനക്കാരെ കുറ്റം പറയുന്ന, കളിയാക്കുന്ന ഒരു മലയാളിയെ കാണാം എവിടെയും. വേറെ എന്തെങ്കിലും ചെറിയ തമാശ പറഞ്ഞാൽ പോലും മലയാളി എടുത്ത് ചാടിയിട്ട് എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് അങ്ങ് എന്തൊക്കെയോ പറയും. അപ്പൊ മലയാളി വലിയ എന്തോ സംഭവമാണെന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കേണ്ട അവസ്ഥയുണ്ട്. അത് കാണിക്കേണ്ട ആവശ്യമില്ല. അത് ആക്ച്വലി നമ്മളൊക്കെ സ്ട്രോങ് ആണ്, നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. വേറെ ആരോട് പോയിട്ട് പറയേണ്ട. പക്ഷെ ആ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റിയാണ്. വേറെ ആരെങ്കിലും തമാശ പറയുമ്പോഴേക്കും നമുക്ക് വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? കളിയാക്കുമ്പോൾ വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പൊരുന്നത് എന്തുകൊണ്ടാണ്? വേറെ ആരെങ്കിലും ഒരു കോൺഫിഡന്റ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അയാളെ കിടന്ന് ട്രോളുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇൻസെക്യൂരിറ്റിയാണ്, നമ്മൾ അനുഭവിച്ച് പ്രൊജക്ട് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയെ നമുക്ക് ഹീൽ ചെയ്യണം. ആ ഹീൽ ചെയ്യാനുള്ള ഉദ്യമം നമ്മൾക്ക് പരമാവധി നമുക്ക് ഏറ്റെടുക്കണം. എത്ര പേര് ചെയ്യാൻ പറ്റും അത്ര ചെയ്യും. സോ വി ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരിക. നമുക്ക് അതിൻ്റെയൊക്കെ ഒരു തുടക്കം കൂടി ആയിരിക്കണം ഈ മീറ്റപ്പ്. നിങ്ങൾ വരണം, നമുക്ക് എന്ത് ചെയ്യാം? ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ. ഈ പറഞ്ഞ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും ലഹരി വേണ്ട. ഞാനൊരു കാര്യം പറയാം. ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കിക്കിനെക്കാട്ടിലും ഏറ്റവും സുന്ദരവും ഏറ്റവും ബ്യൂട്ടിഫുള്ളും കിട്ടുന്ന കിക്കാണ് നമ്മുടെ ഹീലിംഗ്. കാരണം ലഹരി കൃത്രിമമായിട്ട് കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് കൃത്രിമമായിട്ട് ചെയ്യുന്നത് കൊണ്ട്, പുറത്തുനിന്നുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് അഡിക്ഷൻ ഉണ്ടാവുകയും അത് പല രീതിയിലുള്ള നാഡീവ്യൂഹത്തെ നശിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ ബ്രെയിനൊക്കെ നശിച്ചു പോകുന്ന, ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. അവർ ശരിക്കും ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ കൃത്രിമമായിട്ട് കോൺഷ്യസ്നെസ്സിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഹീലിംഗിലൂടെ നമ്മൾ നാച്ചുറലായിട്ട് കോൺഷ്യസ്നെസ്സിനെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലഹരി അനുഭവിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാം. വളരെ മികച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ലഹരിക്ക് കിട്ടാത്ത ഒരുപാട് നല്ല സംഗതികൾ കിട്ടും. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ലഹരി. ത്രൂ EFT, ത്രൂ സ്പിരിച്വാലിറ്റി, ത്രൂ കോൺഷ്യസ്നെസ് എക്സ്പാൻഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ലെവലിലേക്ക് പോകാൻ പറ്റും. ഒരു അഡിക്ഷനോ ഒരു പ്രശ്നമോ ഒരു എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ പറ്റും. അപ്പോൾ ആ ലഹരിയിൽ നിന്ന് യഥാർത്ഥ ലഹരിയിലേക്ക്, ജീവിതത്തിന്റെ ലഹരിയിലേക്ക് നമുക്ക് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിന് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേസ് സെഷൻ. വാട്ട് എ ഫാന്റാസ്റ്റിക് സെഷൻ. Thank you, sir. Thank you, sir. Thank you. Thank you, everyone. Thank you, sir. You're welcome. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you, sir. Thank you.